പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. അർജുനോവാച യോയം യോഗസ്ത്വയാ പ്രോക്തഃ സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാഥി ബലവദ്ദൃഢം. തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഈ രണ്ട് ശ്ലോകമാണ് ഇന്നലെ കണ്ടത്. ഇത്രയും ശ്ലോകങ്ങളില് 32ാമത്തെ ശ്ലോകം വരെ ധ്യാനയോഗത്തിനെ പറഞ്ഞു. യോഗസ്ഥിതി എന്താണെന്ന് പറഞ്ഞു. സമാധിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു. സ്ഥിതപ്രജ്ഞത്വത്തിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അർജുനൻ ഇതൊന്നും മനസ്സിന്റെ ചാഞ്ചല്യം കൊണ്ട് നേരെ ചൊവ്വെ പിടികിട്ടണില്ല എന്നാണ് പറഞ്ഞത്. ഒട്ടും മനസ്സിലായില്ല എന്നല്ല, ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം. ഈ യോഗസ്ഥിതിയെ എന്നിൽ എനിക്ക് കാണാൻ പറ്റണില്ല. അത് എന്നിൽ തന്നെ ഉള്ളതാണെന്ന് ഭഗവാൻ പറയണു. പക്ഷെ എനിക്ക് കാണാൻ വയ്യല്ലോ. കാരണവും കുഴപ്പം എന്റെയാണ്. കുഴപ്പം എന്റെയാണ്. ഭഗവാൻ പറഞ്ഞതിന്റെ കുഴപ്പമല്ല. സാധാരണ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് പറയും? അദ്ദേഹം പറയണതൊന്നും നമുക്ക് മനസ്സിലാവണില്ല എന്ന് പറയും. കുഴപ്പം നമ്മളുടെ ആണെന്ന് തീരുമാനിക്കില്ല. എന്താന്ന് വെച്ചാൽ സത്യത്തിനെ ഒരു വിധത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് വന്നാൽ അർത്ഥം തന്നെ മാറിപ്പോവും. പാൽ ഒരുപാട് കുടിച്ച് ഒരു കുട്ടിക്ക് വല്ലാതെ വയറിന് സൂക്കേട് പിടിച്ചു. അപ്പൊ വീട്ടില് മുത്തശ്ശന് കണ്ണേ കാണില്ല, ജന്മനാ അന്ധനാണ്. അയാള് ചോദിച്ചു, എന്തു പറ്റി കുട്ടിക്ക്? പാല് കുടിച്ചിട്ട് സൂക്കേട് പിടിച്ചു. പഴയ കാലത്തൊന്നും എല്ലായിടത്തൊന്നും പാല് കിട്ടില്ല. ഇപ്പോഴൊക്കെ എല്ലായിടത്തും നമുക്ക് പാല് കിട്ടുന്നുണ്ട്. ഏത് കടയിൽ പോയാലും പാല് കിട്ടും. പാലാണെന്ന് പറഞ്ഞ് നമ്മളൊന്ന് വാങ്ങിച്ചോണ്ട് വരണം, അത്രേ ഉള്ളൂ. മുമ്പൊക്കെ നമ്മളുടെ നാട്ടിലെ പശുക്കളൊക്കെ 1 ലിറ്റർ പാല് കറന്നാ വലിയ പശുവായി. പക്ഷെ അപ്പൊ അത് പാലായിരിക്കും. ഇതിപ്പോ പാലൊന്നുമല്ല. അപ്പൊ പാലൊരുപാട് കുടിച്ചു വയറിന് ദഹനക്കേട് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഈ അന്ധൻ ചോദിച്ചു, അത്രേ, പാലോ? അതെങ്ങനെ ഉണ്ടാവും? അത് വെളുത്തിട്ടിരിക്കുന്നു. അപ്പൊ വെളുപ്പെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് കൊക്കിനെ പോലെ ഇരിക്കും. അപ്പൊ കൊക്കെങ്ങനെ ഉണ്ടാവും? അപ്പൊ ഇയാൾക്ക് കൈ ഇങ്ങനെ വളച്ചു പിടിച്ചിട്ട് തൊട്ടു നോക്കാൻ പറഞ്ഞു. ഇതുപോലെ ഉണ്ടാവും കൊക്ക്. ഇത്രയും വലിയ സാധനം വിഴുങ്ങിയോ കുട്ടി? എന്നിട്ടും ജീവനോടെ ഇരിക്കണോന്ന് പാലിനെ പറഞ്ഞു കൊടുക്കാൻ പുറപ്പെട്ട് എക്സാമ്പിൾസ് ഉപമകൾ കൊടുത്തു വന്നപ്പോ എവിടെ പോയി എത്തി? ഇതുപോലെയാണ് ആകാശം പോലെ, കടല് പോലെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ഗഗനം ഗഗനാകാരം സാഗരോപമ രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ എന്നൊരു ചൊല്ലുണ്ട്. ഉപമിക്കാൻ വയ്യാത്തതിനെ എങ്ങനെ ഉപമിക്കും? സിംപ്ലിഫൈ ചെയ്യാൻ എങ്ങനെ പറ്റും? സത്യം തന്നെ സിമ്പിളാണ്. പക്ഷെ നമ്മളുടെ ബുദ്ധി വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് നമുക്കത് വിഷമം പിടിച്ച പോലെയും മനസ്സിലാവാത്ത പോലെയൊക്കെ തോന്നും.
അതിന് ശാസ്ത്രമോ ജ്ഞാനികളോ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കുഴപ്പമെന്താ? നമ്മളുടെ മനസ്സിന് സൂക്ഷ്മത പോരാ, നമ്മളുടെ മനസ്സിന് പക്വത പോരാ. അതുകൊണ്ടാണ് അത് അർജുനൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ പറയണത്, ചഞ്ചലം ഹി മനഃ കൃഷ്ണ. കൃഷ്ണ, മനസ്സ് വളരെ ചഞ്ചലമായിട്ടിരിക്കണം, ചപലമായിട്ടിരിക്കണം. പ്രമാധി പ്രമഥനശീല. ഇത്തിരി എന്തെങ്കിലും കുറച്ച് കിട്ടിയെന്ന് വിചാരിച്ചാൽ പോലും കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ ചലിച്ചു പോകും. അതാണ് പ്രമഥനം. ഭക്തജന പാപാതി ദോഷ ആകർഷണാത് കൃഷ്ണ എന്നിവിടെ കൃഷ്ണ ശബ്ദത്തിന് ഈ സ്ഥലത്ത് ആചാര്യസ്വാമികൾ ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഭക്തന്റെ പാപവാസനയെ മുഴുവൻ തന്റെ കൃപ കൊണ്ട് ഇല്ലാതാക്കണമെന്ന് എന്ന് കൃഷ്ണശബ്ദത്തിന് ഇവിടെ അർത്ഥം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലേ എനിക്കിവിടെ മനോനിയന്ത്രണം സാധ്യമാവുള്ളൂ. എനിക്ക് വഴി കാണിച്ചു തരൂ ഭഗവൻ. പ്രമാധി പ്രമഥനശീലം പ്രമഥനാതി ശരീരം ഇന്ദ്രിയാണിച്ച് വിക്ഷിപത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നാഡീ നരമ്പുകളെയും ഒക്കെ ഇളക്കി മറിക്കണത് കൊണ്ട് പ്രമാധി എന്ന് പേര്. പ്രമാധി ബലവത്, അതെന്നേക്കാളും ബലമുള്ളതാണ്. അത് വലിച്ചുകൊണ്ടു പോകുന്നു. എനിക്ക് വേണ്ടാത്തതും എനിക്ക് അശാന്തി ഉണ്ടാക്കുന്നതുമായ വിഷയങ്ങളിലേക്ക് ബലമായനെ വലിച്ചുകൊണ്ടു പോകുന്നു. പ്രമാധി ബലവത് ദൃഢം. അതിനെ ഞാൻ എങ്ങനെ പിടിച്ചു വയ്ക്കും? അതിന്റെ നിഗ്രഹം എന്ന് പറയണത് വായുവിനെ പിടിച്ചടക്കണ പോലെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എനിക്ക്. വായോരിവ സുദുഷ്കരം. അപ്പൊ ഭഗവാനോ അങ്ങനെയൊന്നും അല്ല, വളരെ വിഷമമൊന്നുമില്ല, സുലഭാണ് എന്ന് പറഞ്ഞില്ല. ഇന്നലെ നമ്മളതൊക്കെ വിസ്തരിച്ച് പറഞ്ഞതാണ്. എപ്പോഴും നമ്മളുടെ വിഷമം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനോട് ഒരു താതാത്മ്യം ഉണ്ടാവുകയും എംപത്തി ഉണ്ടാവുകയും സിമ്പത്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് പ്രശ്നം പകുതി അതോടെ പോവും. ഇവിടെ ഒരു അർജുനന് സമാധാനാവണ വിധത്തിൽ ഭഗവാൻ പറഞ്ഞു. അടുത്ത ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ആദ്യം ഭഗവാൻ പറഞ്ഞു, മനസ്സ് ദുർനിഗ്രഹമാണ്, ഞാൻ സമ്മതിക്കണം. അസംശയം മഹാബാഹു. മനസ്സ് നിയന്ത്രണം ചെയ്യാന്നുള്ളത് വിഷമാണ്. അതൊരു ഫിസിക്കൽ ഓർഗൻ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സർജറി ചെയ്തിട്ട് വന്നേക്കാം. അതൊരു ഫിസിക്കൽ ഓർഗൻ അല്ല. എന്നാ ശരി, എന്നപ്പോ അത് ഇല്ലാത്ത സാധനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? അത് ബുദ്ധിമുട്ടിക്കണു ഉള്ളിലിരുന്നിട്ട്. പ്രമാധി ബലവദൃഢം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ, അത് ഉള്ള സാധനവുമല്ല ഇല്ലാത്ത സാധനവുമല്ല. അതാണ് മായാന്തരം. അത് സത്താണോ അല്ല, അസത്താണോ അല്ല. മനസ്സുണ്ടോ ഇല്ല, മനസ്സില്ലേ ഉണ്ട്. അതാണ് നമ്മളുടെ മനഃശാസ്ത്രത്തിനൊക്കെ പറ്റുന്ന അമളി. എന്താന്ന് വെച്ചാൽ മനസ്സുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് മനസ്സിലെ ദൂഷ്യങ്ങളെയൊക്കെ വർണ്ണിക്കുകയും അതൊക്കെ മനുഷ്യനിലുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്ത് അതിനെ നന്നാക്കണം 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 പറയണം. മനസ്സുണ്ടെന്ന് കരുതിക്കൊണ്ട് അതിനെ നന്നാക്കാൻ പുറപ്പെട്ടാൽ നമ്മൾ വിഴുങ്ങിക്കളയും. എന്നാൽ മനസ്സില്ല എന്ന് പറഞ്ഞ അവജ്ഞയോടുകൂടി ഇരുന്നാൽ അത് ബുദ്ധിമുട്ടിക്കും. സത്വമല്ല അസത്വമല്ല, അനിർവചനീയമായ ഒരു ശക്തി. അത് ഉദിക്കുമ്പോ എല്ലാം ഉദിക്കണം, അത് അസ്തമിക്കുമ്പോ എല്ലാം അസ്തമിക്കണം. മനസ്സിനെ നിയന്ത്രണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഈഗോവും മനസ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്.
അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തു. 2 മരുന്ന് വാങ്ങി കഴിക്കുക എന്നാണ്. 2 മരുന്നാണ് ഭഗവാൻ എഴുതി കൊടുത്തത്. ആ മരുന്ന് പതഞ്ജലി മഹർഷിയുടെ പ്രിസ്ക്രിപ്ഷനാണ്. കൃഷ്ണൻ ധ്യാന യോഗത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യണത് ആ മരുന്നാണ്. എന്താ മരുന്ന്? അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ എന്ന് പതഞ്ജലി യോഗസൂത്രം. മനസ്സെങ്ങനെ നിരുദ്ധമാവും? ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞു. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിരോധിക്കപ്പെടും. എന്താണ് അഭ്യാസം? എന്താണ് വൈരാഗ്യം? മനസ്സിനെ വീണ്ടും വീണ്ടും ഭഗവത് സ്വരൂപത്തിലോ ജപത്തിലോ ഭക്തിയിലോ ആത്മധ്യാനത്തിലോ നിർത്തി നിർത്തി പരിശീലിപ്പിക്കുന്നത് അഭ്യാസം. പുറം വിഷയങ്ങളിൽ, മനസ്സിന് ബാഹ്യ വിഷയങ്ങളിൽ രുചിയില്ലാതാക്കുന്ന വിവേകത്തിന്റെ ബലം കൊണ്ട് രുചിയില്ലാതാക്കണത് വൈരാഗ്യം. ദൃഷ്ടാദൃഷ്ട വിഷയങ്ങളിൽ വിതൃഷ്ണ എന്നാണ് വൈരാഗ്യത്തിന് ഡെഫിനിഷൻ. കണ്ടതായ വിഷയങ്ങളോട് ആഗ്രഹം, കാണാത്ത വിഷയങ്ങളോടും ആഗ്രഹം. ഇതാണ് രാഗം. വൈരാഗ്യം എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒരു അവസ്ഥയാണ്, വെറുപ്പല്ലാതെ. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി വശ്യാത്മനഃ തച്ചേത് ശുദ്ധതരാത്മബോധസഹിതഃ സ്വാരാജ്യ സാമ്രാജ്യ ദുഃഖ. വൈരാഗ്യാന്ന പരം സുഖസ്യ ജനകം പശ്യാമി. വൈരാഗ്യത്തിനേക്കാളും സുഖകരമായ ഒരു അനുഭവം ഞാൻ കാണണില്ല എന്ന് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയാം. വൈരാഗ്യം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് മനസ്സ് നിയന്ത്രണത്തിൽ വരും. വൈരാഗ്യം എങ്ങനെ ഉണ്ടാവും? വിവേകം ഉണ്ടെങ്കിൽ വൈരാഗ്യം ഉണ്ടാവും. ആദ്യത്തെ പടി വിവേകാണ്. ഈ വിവേകമാണ് ഭഗവത് കൃപ ഉണ്ടാവുമ്പോ ഉണ്ടാവണത്. ആത്മാവിന്റെ കൃപ കൊണ്ടുണ്ടാവണ ആദ്യത്തെ വെള്ളികീറല്. വെള്ളികീറൽ എന്ന് വെച്ചാൽ കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോ ആദ്യം വരുന്ന ഒരു ചെറിയ പ്രകാശം. സൂര്യൻ ഉദിക്കാൻ പോണോന്ന് അറിയണ പോലെ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉദിക്കുന്നതിന്റെ ആദ്യത്തെ വെള്ളികീറലാണ് ഈ വിവേകം എന്ന് പറയുന്നത്. വിവേകം ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നിത്യമാണ് ഏത് അനിത്യമാണ് എന്നുള്ളത് ആദ്യം തന്നെ തെളിയും. തെളിയുമ്പോ കുറച്ചൊരു ഡിപ്രഷൻ ഉണ്ടാവും, സുഖകരമായ ഒരു ഡിപ്രഷൻ. എന്നുവെച്ചാൽ എന്ത് ജീവിതം ലോകത്തിലെന്ന് തോന്നും. എന്തിനായി ഈ ആളുകൾ ഇങ്ങനെ ഓടി നടക്കണതെന്ന് തോന്നും. ലോകത്തിലുള്ള ആളുകൾ സുഖം സുഖം എന്ന് പറഞ്ഞ് നടക്കണതൊക്കെ തന്നെ ദുഃഖമാണെന്ന് തോന്നും. ഭ്രാന്ത് പിടിച്ച ആളുകൾ ഓടി നടക്കുന്നത് മരുമരീചികയ്ക്ക് പുറകെയാണെന്ന് തോന്നും. വൈരാഗ്യ ശതകം എന്ന് പറഞ്ഞ് ഭർതൃഹരി 100 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. 100 ശ്ലോകങ്ങളും വൈരാഗ്യം വന്ന ആൾക്ക് എങ്ങനെയൊക്കെ ഭാവങ്ങൾ ഉണ്ടാവും എന്ന് ചിത്രീകരിക്കുക. ഏറ്റവും ഭയമില്ലാത്ത അവസ്ഥയാണത്രേ വൈരാഗ്യം. എന്താന്ന് വെച്ചാൽ ഒന്നിനെയും ഭയമില്ല, പേടിയില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഒന്നിനോടും ജീവിതത്തിനോട് തന്നെ ആസക്തിയില്ല. അപ്പൊ സ്വതന്ത്രനാണവൻ. ആ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ ഇയാള് ധീരനാണ്, ഭയമില്ലാത്തവനാണ്. ആ ഭയമില്ലാത്ത അവസ്ഥയെ വൈരാഗ്യം എന്ന് പറഞ്ഞ് 100 ശ്ലോകങ്ങളില് സ്തുതിച്ചു. വിഗത തൃഷ്ണ. ആ വൈരാഗ്യം വിവേകം ഉണ്ടാവുമ്പോ നമുക്ക് ലോകത്തിൽ എവിടെയൊക്കെ ദുഃഖമുണ്ട് എന്നൊക്കെ കണ്ട് ആ ദുഃഖിക്കുന്ന വസ്തുക്കളോടുള്ള പറ്റു വിട്ടു പോകുമ്പോഴാണ് വൈരാഗ്യം ഉണ്ടാവണത്. മനസ്സ് സഹജമായിട്ട് തന്നെ പുറം വിഷയങ്ങളിൽ രുചിയില്ലാതായിട്ട് തീർന്നു. അത് എവിടെ പോയാലും അതിന് ഇതിലൊരു കാര്യമില്ല എന്ന് തോന്നും. മരുമരീചികയിൽ വെള്ളമില്ല ദൂരത്തുനിന്ന് കണ്ടാൽ ഓടില്ലല്ലോ. വെള്ളം ഉണ്ടെന്ന് തോന്നണ ആളാണ് ഓടണത്.
അതുപോലെ വെള്ളമില്ലാന്ന് തോന്നുന്ന ആള് ഓടില്ല. ദൂരത്തുനിന്ന് കണ്ടവന് അതിൽ കാര്യമില്ല. ലോകത്തില് മത്സരിക്കാൻ അയാളില്ല. ലോകത്തിൽ മത്സരിച്ച് വലിയ ആളാവണതിൽ വലിയ കാര്യമുണ്ട് എന്ന് അയാൾക്ക് തോന്നണില്ല. ഒഴിവിലൊടുക്കം എന്നൊരു കൃതിയുണ്ട് തമിഴ്. അതില് കണ്ണുടയ വള്ളലാറ് എന്ന ഒരു ജ്ഞാനിയുടെ തമിഴ് പാട്ടുകളാണത്. അതിൽ അദ്ദേഹം പറയണു, ആളുകൾ ഈ ലോകത്തിലെ വലിയ ആളാവാനായിട്ട് ഓടി നടക്കാണ്. സ്കൂള് നഴ്സറി ക്ലാസ്സിൽ അഡ്മിഷൻ മുതൽക്ക് കുട്ടികളുടെ മാർക്കിലൊക്കെ അച്ഛനും അമ്മമാർക്കും ഒരു ഗൗരവം. കുറച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തന്നെ ഒരു ഗൗരവം വന്നു തുടങ്ങി. അച്ഛനും അമ്മയുടെയും സൂക്കേട് കുട്ടിക്ക് പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ അയാൾക്ക് എൻട്രൻസായി. എൻട്രൻസിന് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗൗരവം. കിട്ടിയ ആള് തലപൊക്കി നടക്കും, കിട്ടാത്ത ആള് വിഷമിച്ച് നടക്കും. അത് കഴിഞ്ഞ് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു ഗൗരവം വേറെ. ആ ജോലി കിട്ടാതെ നടക്കുന്ന ആൾക്കൊരു വിഷമം. ലോകത്തിൽ രണ്ട് ആളുകളാണ്, ഒന്ന് സക്സസ്ഫുൾ ആയ ആളുകള്, ഒന്ന് സക്സസ് അല്ലാത്തവര്. ഇത് രണ്ടിനെയും കണ്ടാൽ അദ്ദേഹം എന്താ പറയണതെന്ന് വെച്ചാൽ, ഇപ്പൊ ഓണത്തിനൊക്കെ ഒരു മത്സരം നടത്തണ്ടല്ലോ നമ്മള്, അതുപോലെ ഒരു മത്സരം. എത്ര എന്താ മത്സരം എന്ന് വെച്ചാൽ, ഈ ഹോർസ് റേസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല. നായുടെ മേലെ കയറിയിട്ട് പന്തയം നടത്താം. നായുടെ മേലെ കയറി ഓട്ടപ്പന്തയം. അതിൽ ചിലര് നായുടെ മേലെ കയറി മത്സരം നടത്തുന്നതിൽ ഫസ്റ്റ് വന്നു അത്രേ, ചിലര് പകുതി വഴിയിൽ വീണു അത്രേ. അപ്പൊ ഇത് പറഞ്ഞിട്ട് പകുതി വഴിയിൽ വീണവന് വല്ല ഗൗരവക്കുറവുണ്ടോ, ഫസ്റ്റ് വന്നവന് വല്ല ഗൗരവം ഉണ്ടോ എന്ന് ചോദിച്ചാ, നായുടെ മേലെ കയറണത് തന്നെ എന്ത് ഗൗരവമാ. നായുടെ മേലെ കയറിയിട്ട് നീ ഫസ്റ്റ് വന്നാൽ എന്താ, വഴിയിൽ വീണ എന്താ, രണ്ടും ഒരുപോലെയാണ്. അതുപോലെ ലോകത്തില് ഇത് ദുഃഖാലയം അശാശ്വതം എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. നമ്മളൊക്കെ വീട് കെട്ടിയിട്ട് വേണമെങ്കിൽ വീടിന് സന്തോഷ് നിവാസ് എന്നൊക്കെ പേരിടാം. പക്ഷെ ഭഗവാൻ ഇട്ടിരിക്കുന്ന പേര് ദുഃഖാലയം അശാശ്വതം. ഇവിടെ ദുഃഖമുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ദുഃഖമാണ് അവിടെ. നാട് നീളെ നടന്നാൽ ദുഃഖത്തിന്റെ കഥകൾ പ്രബലമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് അവിടെ. അവിടെ മരിച്ചു, ഇവിടെ വ്യാധി വന്നു, അവിടെ കഷ്ടായി. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് അതില് വലിയ ആളായെന്നും ഞാൻ വലിയ ഓഫീസറാണെന്നും ഞാൻ രാവും പകലും പണിയെടുക്കുന്നു, ഞാൻ ധാരാളം പണം സമ്പാദിക്കുന്നു ഒരു വശത്ത്, വേറെ ഒരാളെ എനിക്ക് ജോലി കിട്ടിയില്ല, എനിക്ക് കല്യാണം കഴിഞ്ഞില്ല, എനിക്ക് കുട്ടികൾ ഉണ്ടായില്ല എന്നൊരു വശത്ത്. രണ്ടുപേരെ അദ്ദേഹം ഒരേ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. രണ്ടുപേരും ഈ ദുഃഖാലയത്തില് ലാസ്റ്റ് ബെഞ്ചിലോ ഫസ്റ്റ് ബെഞ്ചിലോ ഇരിക്കലാണ്. 1ാം ക്ലാസ്സിൽ ഫസ്റ്റ് ബെഞ്ചിലിരുന്നാൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്നാൽ അയാൾ 1ാം ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെയല്ലേ. അതുപോലെ ഇവിടെ എവിടെ ഇരുന്നാലും കണക്ക് തന്നെ എന്നാണ്. ഇത് അറിഞ്ഞവൻ വിരക്തനാണ്. അവനിവിടെ കാര്യമായിട്ടൊന്നും നേടിയെടുക്കാനൊന്നുമില്ല. അയാളുടെ മനസ്സ് വിരക്തമാണ്. വിരക്തമായാൽ തന്നെ മനസ്സ് പകുതി നിയന്ത്രിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി മനസ്സിന് പുറത്തെവിടെ ഓടി നടക്കാൻ ആസ്പദമില്ല, സ്ഥാനങ്ങളില്ല, അലഞ്ഞു നടക്കാൻ അതിന് കൊതിയില്ല, ഒന്നും നേടിയെടുക്കണമെന്നുള്ള ദാഹമില്ല അതിന്. ഇനിയിപ്പോ എന്താ? അഭ്യാസം. അഭ്യസിക്കുക എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ചെയ്യണതിന് പേരാണ് അഭ്യാസം. അല്ലാതെ ഒരിക്കൽ ചെയ്തിട്ട് വിട്ട അഭ്യാസമാവില്ല. വീണ്ടും വീണ്ടും ചെയ്യണത് അഭ്യാസം. വീണ്ടും വീണ്ടും എന്താ ചെയ്യണത്? മനസ്സിനെ ഭക്തി സാധനയിൽ അല്ലെങ്കിൽ ജ്ഞാനസാധനയിൽ ഇരുത്തി 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 അഭ്യസിപ്പിക്കണം. എന്തിനു അഭ്യസിക്കണം? മനസ്സ് അഭ്യാസത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്. എത്രയോ കാലം നമ്മൾ പലതും അഭ്യസിച്ചതിന്റെ കുറെ ഒരു ഓട്ടോമാറ്റിക് ഇഫക്റ്റിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് വിളിക്കുന്നത്. രാവിലെ എണീറ്റ് ആരും ജനിച്ചപ്പോ തന്നെ കാപ്പിയും കൊണ്ടുവരണ്ടോ? ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ ഒരു ബോട്ടില് കാപ്പിയും പിടിച്ചോണ്ട് വരണില്ല അല്ലേ? ഒരു കുട്ടിയും ജനിച്ച കുട്ടി കാപ്പി ചോദിക്കണില്ല. കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ കാപ്പി കൊടുത്തു, പിന്നെ നാളെയും കൊടുത്തു, മറ്റന്നാളെയും കൊടുത്തു, അടുത്ത ദിവസവും കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ആ സമയമാകുമ്പോ കാപ്പി എന്ന് പറയുന്നു. എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അതുപോലെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെറുപ്പം മുതൽക്കോ പൂർവജന്മ വാസന കൊണ്ടോ അഭ്യസിച്ചു വെച്ച കാര്യങ്ങളെയാണ്
നമ്മൾക്ക് ചുറ്റും ഇപ്പോ നമ്മളുടെ ശാന്തിക്കും ആത്മജ്ഞാനത്തിനും തടസ്സമായിട്ട് കാണുന്നത്. അപ്പൊ എന്താ, ഇപ്പൊ ഒരു റിവേഴ്സ് പ്രോസസ്സിനെയാണ് നമ്മൾ അഭ്യാസം എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയി പഴകി കഴിഞ്ഞു, ഇനിയിപ്പോ ഇങ്ങോട്ട് വന്ന് പഴകാണ്. ആ റിവേഴ്സ് പ്രോസസ്സാണ്. പശു അഴിച്ചുവിട്ടാ അടുത്ത വീട്ടിലെ തൊടിയിലൊക്കെ പോകും. അപ്പൊ എന്തെങ്കിലും കെട്ടിയിടും. കെട്ടിയിട്ടാലും അത് നിൽക്കില്ല, അഴിച്ചുവിട്ടാ പിന്നെയും പോകും. അപ്പൊ അത് കെട്ടിയിട്ടിരിക്കുന്ന തൊഴുത്ത് തന്നെ അതിന് പുല്ലും വൈക്കോലും ഒക്കെ തിന്നാൻ കൊടുത്താൽ പിന്നെ അഴിച്ചുവിട്ടാലും പോവില്ല. അതിനിവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താ. അതുപോലെ മനസ്സ് ഹൃദയത്തിൽ തന്നെ ഇരുന്ന് സുഖമനുഭവിക്കാനും ഭഗവത് ധ്യാനം ചെയ്യാനും ആത്മവിചാരം ചെയ്യാനും അഭ്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് ചഞ്ചലമാവില്ല, പിന്നെ ആ മനസ്സ് പുറമേക്ക് പോവില്ല. അത് വിടാതെ അഭ്യസിക്കണം. അതിനാണ് ധ്യാനയോഗം എന്ന് പേര്. അതിനാണ് ഭഗവാൻ പറഞ്ഞ് ശുചിയായൊരിടത്തിരിക്കുക, ആസനത്തിലിരിക്കുക, എന്നിട്ട് ആ മനസ്സിനെ യോഗത്തിലിരുത്തി ശീലിക്കുക എന്നും പറഞ്ഞു. മനസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ചിത്തവൃത്തികളാണ്, വിചാരങ്ങളാണ്. നല്ല വൃത്തി ചീത്ത വൃത്തി എന്നൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ചിത്തവൃത്തികളാണ്. ഈ ചിത്തവൃത്തികളൊക്കെ ഉദിക്കുമ്പോ, ധാരാളം വിചാരങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് ഉള്ളിൽ ഊർജം ധാരാളം ക്ഷയിക്കും. ആ മനസ്സിന്റെ പിറപ്പിടത്തിൽ തന്നെ മനസ്സിരിക്കും തോറും ഊർജസ്വലമായിട്ട് തീരും. അപ്പൊ അഭ്യാസം കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിനെ തന്നിൽ തന്നെ ഇരുത്തി ശീലിക്കുകയാണ്. ഈ വിചാരങ്ങൾക്കൊക്കെ പിറപ്പിടം മൂലമായ വിചാരം ഈ ജീവാഹന്തയാണ്. ജീവം കൽപ്പയത്തെ പൂർവം. ഞാൻ ഇന്നവൻ, ഞാൻ എന്നുള്ള വൃത്തി. ആ വൃത്തിയുടെ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കലാണ് ആത്മാഭ്യാസം എന്ന് പറയുന്നത്. അനേക വിചാരങ്ങൾ വരുമ്പോ വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാ വിചാരങ്ങൾക്ക് പുറകിലും ഞാൻ എന്നുള്ളൊരു ചിത്തവൃത്തി ഉണ്ട്. ഞാൻ എന്നുള്ളൊരു വൃത്തി ഇല്ലാതെ മറ്റൊരു വിചാരം ഉണ്ടാവാൻ പറ്റില്ല. ഞാൻ എന്നുള്ളത് ഇല്ലാതെ ചിന്തിച്ചു നോക്കൂ, സാധിക്കില്ല. ചിന്തിക്കുന്ന ആള് അതിന് പുറകിലുണ്ട്. എന്തു വിചാരം വരുമ്പോഴും ഇതൊക്കെ ആർക്ക് വരണു? എനിക്ക്. എന്നോട് സംബന്ധപ്പെടാതെ പ്രബലമായിട്ട് ഒരു വിചാരവും വരില്ല. ഒരു വിചാരം വരുമ്പോ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അതിൽ സെന്റർ ഞാനാണ്. എനിക്കാണത് വരുന്നത്, അല്ലെങ്കിൽ ഏതോ വിധത്തിൽ എന്നെ ബാധിക്കുന്നു. എന്നെ ബാധിക്കാത്ത വിചാരമാണെങ്കിൽ ആകാശത്തിൽ വെള്ളമില്ലാത്ത മേഘം പോണ പോലെ ആ വിചാരം ഇങ്ങനെ വന്നിട്ട് പോകും. ചിലപ്പോ വെളുത്ത മേഘങ്ങള്, അതിൽ ജലമധികം ഇല്ലാത്ത മേഘങ്ങള് അങ്ങനെ ആകാശത്തിൽ വന്ന് പോകുന്ന പോലെ, പഞ്ഞിക്കെട്ട് പോലെ വന്നിട്ട് പോകും. അതുപോലെ എന്നോട് സംബന്ധപ്പെടാത്ത വിചാരങ്ങൾ, ചിലപ്പോ നമ്മൾ ബോർഡ് വായിച്ചു വരണ വഴിയില്, അത് സംബന്ധമൊന്നുമില്ല കാര്യമായിട്ട്. ഒരു ബസിന്റെ ബോർഡ് വായിച്ചു, പല ബോർഡ് ഇങ്ങനെ നോക്കി, കുമ്പളങ്ങ എന്നൊക്കെ വായിച്ചു. കുറച്ചു നേരം വിചാരിച്ചിട്ടുണ്ട് എന്തത് ബസ്സിൽ കച്ചവടമാണോ അല്ല സ്ഥലത്തിന്റെ പേരാണെന്നൊക്കെ പിന്നെയാണ് ആലോചിക്കണം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ വിചാരിച്ചിട്ട് പോയി. അപ്പോഴൊന്നും ആ പ്രബലമല്ല ആ വിചാരം. പാലക്കാട് എന്നൊരു ബസ് കണ്ടുകൊണ്ട് ഉടനെ വിചാരം ഇത്തിരി പൊന്തി. എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലമാണ്, പോണം. എന്തെങ്കിലും എന്നോട് സംബന്ധപ്പെട്ടതാവുമ്പോ ആ വിചാരത്തിൽ ചെറിയ ഒരു ടിഞ്ച് ഉണ്ടാവും. ശ്രദ്ധിക്കൂ. ഞാനിപ്പോ പ്രഭാഷണം തന്നെ നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങളോട് സംബന്ധപ്പെടാത്ത വിഷയമാണെങ്കിൽ അങ്ങനെ പോകും. എന്തെങ്കിലും നിങ്ങൾക്ക് സംബന്ധപ്പെടുന്ന വിഷയമാണെങ്കിൽ സത്സംഗത്തിൽ നല്ല രസാത് എന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ എന്തെങ്കിലും കുടുംബകാര്യങ്ങള്, പ്രശ്നങ്ങള്, എന്തിലെങ്കിലുമൊക്കെ ഉള്ള ഭാവം, ആറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ജീവിതത്തിൽ നടന്നതായിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് നോക്കും ബാക്കിലേക്ക്. എന്താന്ന് വെച്ചാൽ ഒന്നിൽ ഭർത്താവ് പുറകെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭാര്യ പുറകെ. ഞാൻ പറഞ്ഞില്ലേ എന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞില്ലേ എന്നാണ്. എന്ത് പറ്റിയിപ്പോ ആ ഒരു വാർത്ത മാത്രം ഞാനിൽ സ്പർശിച്ചു, എന്റെ കാര്യം അല്ലേ. ഞാനെന്നുള്ള എന്തോ ഒരു ഫീലിംഗ്, അതിന്റെ ഒരു സജഷൻ പുറത്തുനിന്ന് വരികയാണ്.
അത് മാത്രമേ നമ്മളെ ബാധിക്കുള്ളൂ. അപ്പോ എല്ലാ വിചാരങ്ങൾക്കും മൂലമായി ഞാൻ എന്നുള്ള വിചാരം ഉദിച്ചാൽ ബാക്കി എല്ലാ വിചാരവും ഉദിക്കും. അതടങ്ങിയാൽ എല്ലാം അടങ്ങും. ഞാനെന്നുള്ളത് ഇല്ലെങ്കിൽ നീ അവനൊന്നുമില്ല, മനസ്സ് തന്നെയില്ല. മനസ്സെന്ന് പറയുന്നത് തന്നെ അഹം വൃത്തിയാണ്, ഐ തോട്ട്. വിത്തൗട്ട് ഐ തോട്ട് ദർ ഇസ് നോ മൈൻഡ്. ഈ മുണ്ട് നൂലുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ മനസ്സ് അഹംകൃതി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ദ എൻറ്റയർ മൈൻഡ് ഇസ് ഇന്റർവോവൺ വിത്ത് ഐ തോട്ട്. അത് മറ്റുള്ള വിചാരങ്ങൾ പോലെയല്ല. ഈ അഹംകൃതി എന്ന് പറയുന്നത് മറ്റുള്ള ചിത്തവൃത്തികൾ പോലെയുള്ള വൃത്തിയല്ല. മറ്റുള്ള ചിത്തവൃത്തികളൊക്കെ തന്നെ അഹങ്കാരത്തിന്റെ റിഫ്ലക്ഷൻസ് മാത്രമാണ്. അഥവാ അതിൽ നിന്നും പുറപ്പെടുന്ന കുറെ ഒരു സ്പന്ദനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് അഹങ്കാരം പോയാൽ എല്ലാ ദുഃഖവും അസ്തമിച്ചു എന്ന് പറയാൻ കാരണം എന്താ? മനസ്സടങ്ങും. മനസ്സടങ്ങിയ ദുഃഖം പോയി. അഹങ്കാരം പോയാൽ ദുഃഖം അസ്തമിച്ചു എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അഹങ്കാരമാണ് മനസ്സ്. അപ്പോ നമ്മൾ ഏത് മാർഗത്തിൽ ചെല്ലുന്ന ആളാണെങ്കിലും ഈ അഹംവൃത്തി അഹംകൃതിയെ അങ്ങോട്ട് നീക്കാമെങ്കിൽ മനസ്സ് പോയി. മനസ്സ് പോയാൽ ശാന്തിയായി. ശാന്തി തന്നെ ഭഗവത് സ്വരൂപം, ശാന്തി തന്നെ ആത്മസ്വരൂപം, ശാന്തി തന്നെ മുക്തി. ശാന്തോയമാത്മാ. ആത്മാവിന്റെ സ്വരൂപം തന്നെ ശാന്തിയാണ്. അപ്പൊ ഈ അഹംവൃത്തിയെ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം അതിനെ ഹൃദയസ്ഥാനത്തിൽ അടക്കിക്കളയുന്നതിന് പേരാണ് അഭ്യാസയോഗം. ഉള്ളത് 40 പ്രധാന ശ്ലോകം ഇനി വരാൻ പോണേ ഉള്ളൂ. നാൻ ഉദിയാതു ഉള്ള നിലൈ നാം അതുവായുള്ള നിലൈ. ഞാൻ എന്നുള്ളത് അല്പം പോലും ഉദിക്കാത്ത ആ സ്റ്റേറ്റ് ആണ് നമ്മൾ. അതെന്ന് വെച്ചാൽ പൂർണ്ണമായ സ്വരൂപം ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ്. അതെങ്ങനെ നേടും എന്ന് വെച്ചാൽ നാനുദിക്കും സ്ഥാനമതൈ നാടാമൽ നാനുദിയാ തന്നിഴപ്പൈ ശാർവതവൻ. ഈ ഞാൻ എന്നുള്ളത് എവിടെ ഉദിക്കണു എന്ന് അന്വേഷിച്ചറിയാതെ ആ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ്. ഏതൊക്കെ മാർഗം എന്തൊക്കെ സാധനകൾ ചെയ്താലും അവസാനം ചുറ്റി ചുറ്റി ഇവിടേക്ക് വരേണ്ടി വരും. നമ്മൾക്ക് നമ്മളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ ചുറ്റിക്കഴിഞ്ഞാലും അവസാനം ഈ അഹം എന്നുള്ള പ്രതീതിയിലേക്ക് വരേണ്ടി വരും. നമ്മുടെ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ ചോദിച്ചു, വൈകുണ്ഠത്തിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും? വൈകുണ്ഠത്തിൽ പോയാൽ ഭഗവാൻ അങ്ങനെ ആദിശേഷനിൽ കിടക്കണ്ടാവും, ധാരാളം ഭക്തന്മാരൊക്കെ ഉണ്ടാവും, ദിവ്യലോകമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാള് പിന്നെ ചോദിച്ചു, അങ്ങനെ പോയാൽ നമ്മളുടെ അടുത്ത് ഭഗവാൻ സംസാരിക്കുമോ? ഭഗവാൻ എന്റെ അടുത്ത് പ്രിയം വന്നാൽ സംസാരിക്കും. ഭഗവാന് നമ്മളുടെ അടുത്ത് പ്രിയം വന്നാൽ ഭഗവാൻ നമ്മളുടെ അടുത്ത് എന്തു പറയും എന്ന് ചോദിച്ചു. അപ്പോ മഹർഷി പറഞ്ഞു, നീ ഞാൻ ആരെന്ന് വിചാരം ചെയ്തു നോക്കൂ എന്നും പറയുന്നു. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോടൊക്കെ അവസാനം പറഞ്ഞത് അതാണെന്ന്. അർജുനന്റെ അടുത്ത് ഭഗവാൻ അതാണ് പറഞ്ഞത്, ഗോപികകളുടെ അടുത്ത് ഭഗവാൻ അതാണ് പറഞ്ഞത്, ഉദ്ധവരുടെ അടുത്ത് ഭഗവാൻ അതാണ് പറഞ്ഞത്. തനിക്ക് ആരാര് ഇഷ്ടപ്പെട്ടവരോ അവരുടെ അടുത്തൊക്കെ അവസാനം ഈ ആത്മവിചാര മാർഗത്തിനെ തുറന്നു കൊടുക്കുകയാണ്. പ്രഹ്ലാദൻ ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, എനിക്ക് അനുഗ്രഹം തരൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, പൂർണ്ണ ബ്രഹ്മാനുഭവം ബ്രഹ്മവിശ്രാന്തി ഉണ്ടാവണവരെ ആത്മവിചാരം ചെയ്യാനുള്ള അനുഗ്രഹം നിനക്ക് തരണമെന്നാണ്. ബ്രഹ്മവിശ്രാന്തി പര്യന്ത വിചാരോസ്തു തവാനഘ. അപ്പോ മനസ്സിൽ ഓരോ വിചാരങ്ങൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ഇമോഷൻസ് വരുമ്പോഴും ആർക്ക് വരണു? എനിക്ക് വരണു. ഞാൻ ആരെന്ന് ചോദിക്കേണ്ട താമസം ഈ ഞാൻ എന്നുള്ള വൃത്തി ഹൃദയത്തിൽ അടങ്ങും, മനസ്സടങ്ങും. ചെയ്തു നോക്കുക, അത്ഭുതമായിട്ട് ഈ ടെക്നിക്ക് പ്രവർത്തിക്കുന്നത് കാണാം. എങ്ങനെയാണെന്ന് സംശയിച്ചിട്ട് കാര്യമില്ല, ചെയ്തു നോക്കുക. തനിച്ചിരുന്ന്
ആദ്യം ഒരു മന്ത്രം പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആര്, ഞാൻ ആര്. എന്തെങ്കിലും നാമം ജപിക്കുകയാണെങ്കിൽ ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഇടയിലൊന്ന് നിർത്തിയിട്ട് ഈ ജപിക്കണ ആളാരാ, അല്ലെങ്കിൽ ജപത്തിന്റെ ഇടയിൽ പ്രബലമായ എന്തെങ്കിലുമൊക്കെ വിചാരം വരികയാണെങ്കിൽ ഈ വിചാരം ആർക്ക് വരണം? എനിക്ക് വരും. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ആരാണ് ഇതിനകത്തുള്ളത്, ആർക്കാ ഇത് മനസ്സിലാവാത്തത്, ആർക്കാ ഈ കോപം വരുന്നത്, ആർക്കാ ഈ വിഷമം, ആർക്കാ ഈ ചാഞ്ചല്യം, ഈ ആരാ ഞാൻ? ചോദ്യം ചോദിക്കേണ്ട ക്ഷണത്തിൽ തന്നെ ഈ ചോദ്യത്തിനെ മാത്രം മനസ്സിന് പേടിയാണ്. എന്താന്ന് വെച്ചാൽ മനസ്സിന്റെ വേരിനെയാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മൾക്കിഷ്ടം പുറമേക്കുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. ആപ്പിൾ ചുവട്ടിൽ വീണത് എന്തിനാണ്, ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ, അതൊക്കെ ചോദിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും. പക്ഷെ അതുപോലെ ഒരു ചോദ്യമല്ല ഈ ചോദ്യം. അതൊക്കെ സയന്റിഫിക് ക്വസ്റ്റ്യൻസ് ആണ്. ദിസ് ഈസ് ട്രൂലി റിലീജിയസ് ക്വസ്റ്റ്യൻ, സ്പിരിച്വൽ ക്വസ്റ്റ്യൻ. എന്താ രണ്ടിനും വ്യത്യാസം എന്ന് വെച്ചാൽ, സയന്റിഫിക് ക്വസ്റ്റ്യനില് ലോകമാണ് മുഖ്യം, ആൻസറാണ് മുഖ്യം, ഒബ്ജക്റ്റ് ആണ് മുഖ്യം. ഈ ചോദ്യത്തിൽ ഉത്തരമേ മുഖ്യമല്ല, ഈ ചോദ്യത്തിൽ ലോകം മുഖ്യമല്ല, അനുഭവമാണ് മുഖ്യം. ഞാനൊരു വസ്തു തിരയുമ്പോ, കണ്ണാടി എവിടെയെന്ന് അന്വേഷിക്കുമ്പോ കണ്ണാടി കിട്ടലാണ് മുഖ്യം നമുക്ക്. അതുപോലെ ഈ ഞാൻ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആഴ്ന്ന് മുങ്ങിത്തെരയാണ് ഉള്ളില്. ഒരു കിണറ്റില് നഷ്ടപ്പെട്ടു പോയ വസ്തു അന്വേഷിക്കണ പോലെ, ശ്വാസമടക്കി പിടിച്ച് അന്വേഷിക്കണ പോലെ ഈ അഹങ്കാരത്തിന്റെ ചലനത്തിന്, മൂവ്മെന്റിന് നമുക്ക് ക്ലീനായിട്ട് കാണാം. അത് ശരിക്കും ഒരു ഒരു മത്സ്യം വെള്ളത്തില് ഒഴുകി നടക്കണ പോലെ നമ്മളുടെ ഉള്ളിൽ ഒഴുകി നടക്കണത് കാണാം. ശക്തിയുടെ സ്രോതസ്സാണത്. ഒരു മത്സ്യം വെള്ളത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒഴുകി നടക്കണ പോലെ ഈ അഹങ്കൃതി, അഹംവൃത്തി, സകല പ്രശ്നത്തിന് മൂലമായി നമ്മളുടെ ഉള്ളിൽ അതിന്റെ മൂവ്മെന്റിനെ നമുക്ക് കാണാം. ആ മൂവ്മെന്റിനെ കാണുന്നതാണ് ധ്യാനം. നമുക്ക് ദേഷ്യം വരണു, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം, ടെൻഷൻ വരണു, ഡിപ്രഷൻ വരണു, വിട്ടുനിന്ന് നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കണു. ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് കാണാം എന്റെ പ്രശ്നം, എന്റെ വിഷമം, എന്റെ ദുഃഖം, എനിക്കിതിനെന്താ പരിഹാരം, ഞാൻ എന്ത് ചെയ്യും, ഇതിനെങ്ങനെ പരിഹരിക്കും, എന്റെ ദുഃഖം, ഇങ്ങനെ പറഞ്ഞ് ഞാൻ 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 എന്നുള്ള ഒരു സ്പന്ദനം. അതിന്റെ അർത്ഥത്തിനൊന്നും പോകാതെ, അതിനെ എക്സ്പ്രസ് ചെയ്യാതെ, അതിനെ അടക്കിക്കളയാതെ വെറുതെ ശ്രദ്ധിക്കാം, വിട്ടുനിന്ന് ശ്രദ്ധിക്കാം. ഈ അഹംവൃത്തിയെ, ഈ ഞാൻ എന്നുള്ള ചിത്തവൃത്തിയെ വിട്ടുനിന്ന് ശ്രദ്ധിച്ചാൽ, ആ ചിത്തവൃത്തി ശ്രദ്ധിക്കുമ്പോ, ചോദിക്കുമ്പോ, അതെവിടെ ഉദിക്കണമെന്ന് ശ്രദ്ധിക്കുമ്പോ, ഞാൻ എന്താണെന്ന് പിടിച്ചാൽ, ഞാൻ എന്നുള്ളതിനെ പിടിച്ചാൽ, ഈ ഞാൻ എന്നുള്ളത് മറഞ്ഞ് മറ്റൊരു ഞാൻ അവിടെ പ്രകാശിക്കും. അത് അഹങ്കൃതിയല്ല. അത് ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഓഫ് മൈൻഡ്. ഈ അഹംവൃത്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മൈൻഡ്, തോട്ട്സ്. ഈ അഹംവൃത്തി ലയിക്കുമ്പോ മറ്റൊന്ന് പ്രകാശിക്കുന്നുണ്ടല്ലോ, അത് ദേശകാലങ്ങൾക്കുൾപ്പെട്ടതല്ല, അത് മനസ്സല്ല. അതാണ് ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു. അത് സ്വയം പ്രകാശമാണ്, അത് വന്നു പോകണതല്ല, അതിൽ ചലനമൊന്നുമില്ല. ഈ അഹങ്കൃതിയിൽ ചലനമുണ്ട്, അതൊരു കറണ്ടാണ് അഹങ്കൃതി. മറ്റേത് ഒരു ചലനമില്ല, അതൊരു സ്രോതസ്സല്ല, അത് അധിഷ്ഠാനമാണ്, എപ്പോഴും ഇരിക്കുന്ന സത്തയാണ്, ജ്ഞാനമാണ്, ചിദാകാശമാണ്. അതൊരു ക്ഷണനേരത്തേക്ക് പ്രകാശിച്ചാൽ പിന്നെയും മനസ്സ് പൊന്തും. അപ്പൊ എന്താ, പിന്നെയും മനസ്സിന്റെ പുറകെ പോയി ഈ വിചാരങ്ങൾ ആർക്ക് വരണം? എനിക്ക് വരണം. ഈ വിചാരങ്ങൾ എന്താണ്, ഞാൻ ആരാണ്? വീണ്ടും ഞാനിലേക്ക് പോയി സകല പ്രശ്നങ്ങളെയും ഞാനിൽ കൊണ്ടുവന്ന് നിർത്താം, എന്നിട്ട് ഞാനിനെ ഹൃദയത്തിൽ അടക്കാം. ഇതിനാണ്
ന്യാസം എന്ന് പറയണത്. ഇത് സമ്യക്കായിട്ട് എവൻ ചെയ്യണോ അവനാണ് സന്യാസി. സമ്യക് ന്യാസം ചെയ്യുന്നവൻ സന്യാസി. പ്രപഞ്ചത്തിലെ തന്റെ മുമ്പിൽ നിൽക്കുന്ന തന്റെ പ്രാരബ്ധ വിഷയങ്ങളെ മുഴുവൻ അഹങ്കൃതിയിലും അഹങ്കൃതിയെ ഹൃദയത്തിലും യാതൊരുവൻ അടക്കം ചെയ്യുന്നുവോ അവനാണ് സമ്യക് ന്യാസം ചെയ്യുന്നവൻ സന്യാസി. അഗ്നിർമേ വാചി ശ്രിതഃ വാഗ് ഹൃദയേ ഹൃദയം മയീ അഹമൃതേ അമൃതം ബ്രഹ്മണി എന്ന് ന്യാസത്തിന് വേദം അതിന്റെ പ്രക്രിയ പറയണം. നമ്മൾക്ക് ഇതാണ് കാര്യം, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ പ്രശ്നം പുറത്തു നിൽക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പരിഹരിക്കാനേ പറ്റില്ല. എന്തോ പ്രശ്നം നടന്നു കുടുംബത്തിൽ, ആ പ്രശ്നം ഇപ്പൊ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കണില്ല, മകൻ പറഞ്ഞാൽ കേൾക്കണില്ല, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കണില്ല, ഭാര്യ പറഞ്ഞാൽ കേൾക്കണില്ല, അല്ലെങ്കിൽ അമ്മ വയസ്സായി പറഞ്ഞാൽ കേൾക്കണില്ല, അച്ഛൻ വയസ്സായി പറഞ്ഞാൽ കേൾക്കണില്ല, അല്ലെങ്കിൽ വേറെ എന്തോ പ്രോബ്ലം ഉണ്ട് കുടുംബത്തില്, തീർക്കാൻ പറ്റണില്ല. ഇപ്പൊ ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് സാധാരണ ആളുകൾ എന്ത് ചെയ്യും? പരിഹരിക്കാൻ ശ്രമിക്കും. പരിഹരിക്കാൻ ശ്രമിക്കുന്നതിൽ ഇവരെയൊക്കെ കുറ്റം പറയും, ശണ്ട ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. ഇതൊക്കെയാണ് ലൗകികമായ പരിഹാരമാർഗം. ഒരാൾ യോഗിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? മറ്റുള്ളവരൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല. ഭാര്യയോ അച്ഛനോ അമ്മയോ ഭർത്താവോ അവരൊക്കെ സ്വതന്ത്രന്മാരാണ്. അവര് ചിലപ്പോ നമ്മൾ പറഞ്ഞാൽ കേൾക്കും, ചിലപ്പോ പറഞ്ഞാൽ കേൾക്കില്ല. അവർക്ക് അവരുടെ ഇഷ്ടമുണ്ട്. അവരെയൊക്കെ നമ്മളുടെ വരുതിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വിഷമാണ്. ഇപ്പൊ എനിക്ക് എന്റെ കയ്യിലുള്ളത്, എന്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഞാനാണ്. ഈ പ്രശ്നത്തെ ആത്മനിഷ്ഠമായി പരിഹരിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നവനാണ് യോഗി. ഐ എം നോട്ട് ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലം എക്സ്റ്റേണലി, ഐ എം ട്രൈങ് ടു ഡിസോൾവ് ദ പ്രോബ്ലം ഇന്റേണലി. പ്രോബ്ലം വെളിയിൽ സോൾവ് ആവുമോ ആവില്ലയോ എന്നുള്ളത് പ്രാരബ്ധം കാരണമാണ്. അത് പലപ്പോഴും നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് ഒരു 100 പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് ലോകത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നവരൊക്കെ ചെയ്യണത്. മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കലേ തൊഴിലായിട്ടുള്ളവരുണ്ടല്ലോ ഇപ്പോ, അല്ലെ? കൗൺസിലിംഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നമാണ്. അവരുടെ പ്രശ്നം തീർക്കാനാണ് ഇരിക്കണത്. അവർക്ക് തന്നെ പ്രശ്നം തീർന്നിട്ടില്ലല്ലോ. വളരെ കുറച്ചു പേര് മാത്രം സ്വയമേവ അതിന്ന് വെളിയിൽ വന്ന ആളുകൾ ചെയ്യുന്നവരുണ്ടാവും, എക്സെപ്ഷൻസ്. അപ്പോ പ്രശ്നം പരിഹരിക്കാൻ പുറപ്പെടുമ്പോ ആദ്യം ചോദിക്കുക, എന്റെ പ്രശ്നം എന്നിൽ തന്നെ പരിഹരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരെ അത് കണ്ടിട്ട് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. മറ്റുള്ളവരോടൊക്കെ പറയാം. സാധാരണ തന്നെ ഒരു ചൊല്ലുണ്ട്, ചൊല്ലിക്കൊട് തല്ലിക്കൊട്. തല്ലിക്കൊടുക്കണമൊക്കെ കുട്ടികളെയൊക്കെയാണ്. തല്ലിക്കൊട് പിന്നെ തള്ളിക്കളാന്നാണ്. ഈ തള്ളിക്കളയാൻ അറിയുന്ന ആൾക്ക് മാത്രമേ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. പലതും ലോകത്തിൽ നമ്മളെ കൊണ്ടാവില്ല, ആയിക്കോട്ടെ, ഇനി എന്താ വേണ്ടേ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ബാധിക്കാതെ ആവണം. അതിനെന്താ വഴി? ഈ പ്രശ്നമൊക്കെ ആർക്കാ വരണത്? എനിക്ക്. ഞാൻ ആരാണ്? ഈ പ്രശ്നത്തിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഈ അഹങ്കൃതിയെ ഞാൻ മൂലത്തിൽ അടക്കിക്കളയാണ്. എന്റെ പ്രശ്നം, എന്റെ ദുഃഖം, ഈ ഞാൻ എന്താണ് എന്ന് അന്വേഷിക്കുമ്പോ ഈ അഹങ്കാരം മറയുകയും ശുദ്ധമായ ചൈതന്യം അവിടെ പ്രകാശിക്കുകയും ചെയ്യും. പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം അസ്തമിച്ചു. അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ വരുന്ന വിചാരങ്ങൾ, വികാരങ്ങളെ ഞാൻ പ്രാമുഖ്യം കൊടുക്കണില്ല. വെളിയിലുള്ള പ്രശ്നം പോലെ തന്നെ എന്റെ ഉള്ളിലുള്ള മനസ്സിൽ തോന്നുന്ന വിചാരങ്ങളെയും ഞാൻ തള്ളിക്കളയാണ്. അത് വേറൊരു വഴി. പുറത്ത് പ്രശ്നമുണ്ട്, മനസ്സിൽ പലതുണ്ട്, ഇരുന്നിട്ട് പോട്ടെ. ഒരു ആള് കുടുംബം, വലിയ കുടുംബമാണ്, വലിയ പ്രശ്നമാണ്, പരസ്പരം തല്ലുകൂടും. അദ്ദേഹം വളരെ ശാന്തമായിട്ടിരിക്കും. അദ്ദേഹത്തിന് ശാന്തി കണ്ടിട്ട് ഒരു സന്യാസി അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ദേഷ്യമേ വരില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം, ദേഷ്യം വരാതിരിക്കുമോ സ്വാമി? നല്ലവണ്ണം ദേഷ്യം വരും. പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാണണില്ലല്ലോ. ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാ? നല്ലവണ്ണം ദേഷ്യം വരുമ്പോ ഞാൻ പോയി നല്ലവണ്ണം തുണി അലക്കും. അപ്പൊ തുണി നല്ലവണ്ണം വെളുത്ത് കിട്ടും. ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ട് ഇവരൊന്നും വില വയ്ക്കാൻ പോണില്ലേ, ഞാനിതിന് വെറുതെ ദേഷ്യപ്പെട്ടിട്ട് മനസ്സിനെ ചഞ്ചലമാക്കണം എന്ന് വിചാരിച്ച് ആ സമയത്ത് പോയി തുണി അലക്കും. അതിനങ്ങോട്ട് തിരിച്ചുവിടുന്നതാണ്. ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. പ്രശ്നത്തിനെ തന്നിൽ തന്നെ പരിഹരിക്കുകയാണ്. അങ്ങനെയുള്ള ആളാണ് യോഗിയും
അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അഭ്യാസം എന്താ? മനസ്സിനെ ശാന്തമായി ഇരുത്തി 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 പഴക്കുകയാണ്. എപ്പോഴെപ്പോ അശാന്തമാവണോ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മളിൽ നിന്നും പ്രശ്നം വെളിയിൽ പോകുമ്പോഴാണ് അശാന്തി വരുന്നത്. വെളിയിലൊന്നും നമ്മളുടെ കയ്യിലില്ലെന്നും ഭാര്യയോ മക്കളോ ബന്ധുക്കളോ ഗവൺമെന്റോ പ്രകൃതിയോ ഒന്നും നമ്മളുടെ കയ്യിലില്ല. നമ്മളുടെ ശരീരമേ നമ്മളുടെ കയ്യിലില്ല. മഴ പെയ്യണമെന്ന് വിചാരിച്ചാൽ മഴ പെയ്യോ, ഇല്ല. പെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പെയ്യാതിരിക്കോ, ഒന്നും പറയാൻ വയ്യ. അതേപോലെ തന്നെ നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ കയ്യിലില്ല. വായോരിവ സുദുഷ്കരം എന്ന് അർജുനൻ പറഞ്ഞത് നമ്മളുടെ മനസ്സ് നമ്മളുടെ ശരീരത്തിനെല്ലാം. ശരീരത്തില് വായു ഇളകിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കഫം ഇളകിയാൽ എന്ത് ചെയ്യാൻ പറ്റും? വാദം ഇളകിയാൽ എന്ത് ചെയ്യാൻ പറ്റും? പിത്തം ഇളകിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കഫവാദ പിത്തങ്ങളൊക്കെ അതിന്റെ പാട്ടിൽ അതിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ശരീരത്തിൽ അത് ഇഷ്ടം പോലെ സീസൺ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വെതർ ചേഞ്ച് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടു നിൽക്കാനേ പറ്റും. അപ്പോ ഇയാള് വിരക്തനാവാണ്, ഇതിലൊക്കെ വിരക്തനാവാണ്. ഇതിലൊക്കെ വിരക്തനായിട്ട് അതൊക്കെ എന്ത് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, ഞാൻ ശാന്തമായിട്ടിരിക്കുമെന്ന് അഭ്യസിക്കണം. വീണ്ടും വീണ്ടും ഈ തത്വത്തിനെ ഓർത്തോർത്ത് തന്നിലിരിക്കുന്നവനാണ് അഭ്യാസം ചെയ്യുന്ന യോഗി. അവൻ മനസ്സിൽ വരുന്ന വിചാരങ്ങളെ ഒന്നിൽ ഹൃദയത്തിൽ അടക്കുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു കളയുന്നു. ഹൃദയത്തിൽ അടക്കണതാണ് ആത്മവിചാരമാർഗം എന്ന് പറഞ്ഞത്. ഉപേക്ഷിക്കണത് ഉദാസീന ഭാവമാണ്. ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നത് ഉപേക്ഷയാണ്. മനസ്സിൽ വിചാരം വരണോ, വന്നിട്ട് പോട്ടെ. ഓരോരിക്കൽ വിചാരങ്ങൾ വരുമ്പോഴും ഒരു പുറമേക്ക് ഒരു നായിനെ കാണുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യണു? നായുടെ പുറകെ നടക്കണില്ലല്ലോ, അത് പോണു, നമ്മളും പോണു. അതുപോലെ മനസ്സിൽ വിചാരം വന്നു, എന്താപ്പോ അത് പോയി. അതിനനുസരിച്ച് ഞാനൊന്നും പ്രവർത്തിക്കണില്ല. ഈ ഔദാസീന്യവും അഭ്യാസം കൊണ്ട് നേടിയെടുക്കുകയാണ്, വൈരാഗ്യം കൊണ്ട് നേടിയെടുക്കുകയാണ്. ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകം നോക്കാം. അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപയിതി മേ മതിഃ വശ്യാത്മനാ തു യതതാം ശക്യോ വാപ്തുമുപായതഃ. അസംയതാത്മന അഭ്യാസവൈരാഗ്യാഭ്യാം അസംയതം ആത്മാ അന്തഃകരണം യസ്യ. ഈ അഭ്യാസവും വൈരാഗ്യവും കൊണ്ട് വീണ്ടും വീണ്ടും അഭ്യസിക്കാതെ യോഗം സാധിക്കില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ടെക്നിക്ക് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെക്നിക്ക് ഒന്നുമില്ല, എളുപ്പത്തിലുള്ള മാർഗമൊന്നുമില്ല. എളുപ്പത്തിൽ വല്ല മാർഗം ഉണ്ടോ എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത്. ഒരു 10 ദിവസം ഒരു കോഴ്സ്, അതൊക്കെ തയ്യാറാണ്. ഒരു 4 ദിവസം ഇതുകൊണ്ടൊക്കെ സമാധി സ്ഥിതി എന്നൊരു സ്ഥിതി വന്നാൽ, ബുദ്ധൻ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോ എന്തോ പ്രകാശിച്ചു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ബുദ്ധൻ എത്ര കണ്ട് പരിശ്രമിച്ചു. ആ പരിശ്രമമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. മരത്തിന്റെ ചുവട്ടിൽ വേണമെങ്കിരിക്കാം. അങ്ങനെയൊന്നും കിട്ടണ ഒരു മാർഗമില്ല എന്നാണ്. എങ്ങനെ നേടിയെടുക്കണം? പ്രയത്നിക്കാതെ ഒന്നും സാധ്യമല്ല. പക്ഷെ ഇവിടെ പ്രയത്നം എന്ന് പറയുന്നത് ലോകത്തിൽ ചെയ്യുന്ന പ്രയത്നം മാതിരി അല്ല എന്ന് മാത്രം. ഇവിടെ ശ്രദ്ധാപ്രധാനാണ്. ശ്രദ്ധ കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശപ്പെടുത്തി പതുക്കെ പതുക്കെ സംയമനം ശീലിച്ചിട്ടുള്ളവനാണ് യോഗം സാധിക്കുന്നത്. അഭ്യാസവും വൈരാഗ്യവും ആര് ദൃഢപ്പെടുത്തുന്നു? അതിനെന്താ വഴി? സത്സംഗം, നാമജപം, ഭക്തി, സദ്ഗ്രന്ഥപാരായണം, എല്ലാത്തിനും മേലെ മഹാപുരുഷ സമ്പർക്കം. അത് ഏറ്റവും പ്രബലമാണ്. വൈരാഗ്യവും ധ്യാനവും ശാന്തിയും ഒക്കെ മഹാത്മാക്കളുടെ സംഘം കൊണ്ട് എത്ര എളുപ്പത്തിൽ വരുമോ അത്രയും എളുപ്പത്തിൽ വേറെ ഒരു വഴിക്കും വരില്ല. അത് നല്ല മലയമാരുതൻ വീശുമ്പോ ഒരു വിശറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയണ പോലെയാണ്. മലയമാരുതൻ വീശുമ്പോ ഉള്ള മരങ്ങളൊക്കെ ചന്ദനമായിട്ട് തീരുമത്രേ. അതുപോലെ സത്സംഗത്തിൽ വളരെ എളുപ്പത്തിൽ കാര്യം നടക്കും. കുറച്ചൊരു റിസപ്റ്റീവായിട്ടിരിക്കണം, അല്ലെങ്കിൽ നടക്കില്ല. ഇവര് തയ്യാറാണെങ്കിൽ, അത് ഏൽക്കാൻ തയ്യാറാണെങ്കിൽ സത്സംഗം, അതോടൊപ്പം ജപം, ഭക്തി, സദ്ഗ്രന്ഥ പാരായണം, ഇതെല്ലാത്തിലൂടെയും പരിശ്രമിച്ച ആൾക്ക്, അയാൾ തയ്യാറാണെങ്കിൽ, ഒരാള് കുഴിയിൽ വീണു, അയാൾ എഴുന്നേറ്റ് വരാൻ തയ്യാറാണെങ്കിൽ, അയാൾ സ്വയമേവ കൈയൊക്കെ കൊടുത്താൽ വരും എന്ന് പറഞ്ഞാൽ
വളരെ എളുപ്പത്തിൽ അയാളെ ആളുകൾ വിചാരിച്ചാൽ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. മറ്റൊരാൾ പറയാണ്, ഇപ്പൊ കുഴിയാണ് ഇപ്പൊ പറ്റിയ സ്ഥലം, ഞാൻ ഇവിടെ ഇരുന്നോളാം, കുഴി വേണമെങ്കിൽ പൊങ്ങി വരട്ടെ, ഞാൻ താണുവരില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്കുക തന്നെ അല്ലേ. അപ്പോ ഒരാൾ തയ്യാറാണെങ്കിൽ അയാളെ കുഴിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാം. ഒരാൾ തയ്യാറേ അല്ലെങ്കിൽ അയാളെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ജയിലിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. ജയിലിൽ കിടന്ന ആളുകളൊക്കെ പലരും 40 വർഷമൊക്കെ ജയിലിൽ കിടന്നിട്ട് പുറത്തു വിട്ടാൽ അവർക്ക് ഇരിക്കാൻ പറ്റണില്ല. പുറത്ത് വീണ്ടും ജയിലിലേക്ക് പോകണമെന്ന് പറയണു. അവർക്ക് സുഖം തോന്നണില്ല. നമ്മൾക്ക് തോന്നും അയ്യോ പാവം അവര് ജയിലിൽ കിടന്ന് വിഷമിക്കണമല്ലോ. അവര് പറയണേ ഞങ്ങൾക്ക് അവിടെ പോയാലേ പറ്റുള്ളൂ, ഈ വെളിച്ചമും ഈ പുറമേക്കുള്ളൊന്നും താങ്ങാൻ വയ്യ. എന്താന്ന് വെച്ചാൽ ആ ദുഃഖം തന്നെ കുറെ കാലം പഴകി കഴിയുമ്പോൾ അവർക്ക് അത് അഡിക്ഷനായി. നമ്മളുടെയും ഈ ലൗകിക ജീവിതം ജ്ഞാനികളുടെ ജീവിതം സംബന്ധിച്ച ഒരു അഡിക്ഷൻ കൊണ്ട് മാത്രമാണ് നമ്മളിത് സുഖം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പല ആളുകളും കാണാം വെറുതെ ചില കാര്യങ്ങൾ കാരണം വിഷമിക്കും, എന്നാ അത് വിടൂ എന്ന് പറഞ്ഞാൽ വയ്യ. അപ്പൊ അത് സൂഖടാണേ. സൂഖടാണത്. അതേപോലെയാണ് ഇപ്പൊ ജയിലിൽ കിടക്കുമ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വിട്ടാ വരില്ല എന്ന് പറഞ്ഞ പോലെ ഇതൊരു സൂഖടാണ്. അത് വിട്ടിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ വരാൻ തയ്യാറല്ല. ഇന്ദ്രൻ ശാപം കൊണ്ട് പന്നിയായിട്ട് തീർന്നു അത്രേ. കുറച്ചു കാലം പന്നിയുടെ ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ശാപവിമോക്ഷം കൊടുക്കാൻ പുറപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, വേണ്ട ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നാരദ മഹർഷി വന്ന് പറഞ്ഞു, സ്വർഗമൊക്കെ കാണിച്ചു കൊടുത്ത് ദേവേന്ദ്ര പത്നിയും അപ്സര സ്ത്രീകളും ഐരാവതവും ഉച്ചൈശ്രവസും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇന്ദ്രൻ പറയണു, അയ്യേ അതൊക്കെ എന്തിനു കൊള്ളാം, എന്റെ ഭാര്യയെ നോക്കൂ, ഈ പന്നിക്കുട്ടികളെ നോക്കൂ, ആ ഡ്രെയിനേജിൽ കളിക്കണതിന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് അവിടെ വന്നാലൊന്നും കിട്ടില്ല എന്നാണ്. അപ്പൊ ഏതിനും മനുഷ്യൻ ആസക്തനായിട്ട് പോകും. പല ആളുകളും പണം ഉണ്ടാക്കി സുഖിക്കാനാണെന്ന് പറഞ്ഞ് പണം ഉണ്ടാക്കിയിട്ട് അവരിയ്ക്കുന്ന സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നും. ഇത്രയൊക്കെ പണം ഉണ്ടാക്കി ഇവരെന്തിനാ ഇങ്ങനത്തെ സ്ഥലത്തിലൊക്കെ ഇരിക്കണമെന്ന് തോന്നും. സുഖമായിട്ട് ഇരുന്നൂടെ, വിശാലമായിട്ട് കാറ്റും കൊണ്ടുപോയി നാട്ടുമ്പുറത്ത് ഇരുന്ന ആളുകളാ. അതൊക്കെ പോയിട്ട് എവിടെയോ പോയി ഒരു ചെറിയ റൂമിൽ 4 പേര്, മാസം 1 കോടി രൂപ ശമ്പളം, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ ഒരു 60 വയസ്സിന് ശേഷം നാട്ടിൽ പോയി വലിയൊരു ബംഗ്ലാ കെട്ടും, എന്നിട്ട് സുഖമായിട്ടിരിക്കും എന്നാണ് അയാൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ഥിരമായിട്ട് കുറെ ഒരു 500-600 വർഷം ഇരിക്കാൻ പോകണമെന്നുള്ളത്. അവിടുന്ന് പണം കൊണ്ടുവന്ന് ഇവിടെ ബംഗ്ലാ കെട്ടും, വേറെ ആരോ അതിൽ ജീവിക്കും, അയാൾ അവിടെ കിടന്ന് ഇങ്ങനെ മരിച്ചും പോകും, കുറെ വിഷമിച്ച്. ഇതാണ് ഇതിങ്ങനെയാണ് മായ നമ്മളെ പറ്റിക്കണത്. പണിയെടുപ്പിക്കും, വിഷമിപ്പിക്കും, ദുഃഖിപ്പിക്കും. പക്ഷെ നമ്മൾ ആ ദുഃഖമാണെന്ന് അറിയാതെ തന്നെ അതിൽ പറ്റിക്കൂടും. അപ്പോ ദുഃഖമാണെന്ന് അറിയണമെങ്കിൽ വിവേകം വേണം. ഇനി അതിനു മേലെ മുകളിലേക്ക് പോകണം, സംയമം വേണം. സംയമം എന്താന്ന് വെച്ചാൽ ഓരോ തലത്തിൽ സംയമം എന്ന് വെച്ചാൽ ആ തലത്തിലുള്ളതിനെ നിയന്ത്രണം ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോണതാണ് സംയമം. ഇന്ദ്രിയങ്ങളെ പതുക്കെ പതുക്കെ വേദനയുടെ മാർഗത്തിലൂടെ കൊണ്ടുപോവുക. വേദന എന്താന്ന് വെച്ചാൽ അതിന് ഇഷ്ടമുള്ള വിഷയത്തിൽ പോകാതെ അതിനെ പിൻവലിക്കുമ്പോൾ അതിലൊരു താപം ഉണ്ടാവും. ആ താപം ഇറ്റ് ക്രിയേറ്റ്സ് എനർജി. അതാണ് തപസ് എന്ന് പറയുന്നത്. വിഷയങ്ങളിൽ നിന്നും പിന്നോട്ട് വലിക്കുമ്പോ അതിലൊരു താപം ഉണ്ടാവും. ആഹാരം കൊടുക്കാതാവുമ്പോ ഒരു താപം ഉണ്ടാവും. കണ്ണിനെ ഇന്ന വിഷയങ്ങളിലേക്ക് പോകണ്ടെന്ന് വലിക്കുമ്പോ ഒരു താപം ഉണ്ടാവും. ഇതൊക്കെ സംയമനാണ്. ഈ സംയമനം ചെയ്യുന്നവനാണ് സംയമി. അവൻ അനുഭവിക്കുന്ന സുഖം മനസ്സിന്റേതിൽ നിന്നും ആഴമേറിയ മണ്ഡലത്തിലാണ് അവന്റെ സുഖം, സംയമിയുടെ. അങ്ങനെ സംയമിയാകാത്ത ആള് യോഗസ്ഥിതിയിലിരിക്കാൻ യോഗ്യനല്ല എന്നാണ്. അസംയാതാത്മന യോഗ ദുഷ്പ്രാപൈതി മേ മതി. വശ്യാത്മനാതു, നേരെ മറിച്ച് പതുക്കെ പതുക്കെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ പല സാധനകൾ മൂലം വശപ്പെടുത്തിയിട്ടുള്ളവനാകട്ടെ. അവന്റെ അഭിമാനത്തിന്, അഹങ്കാരത്തിനെ തന്നെ അടക്കാൻ തയ്യാറായിട്ടുള്ളവനാവട്ടെ. പതുക്കെ പതുക്കെ എന്തെങ്കിലും മാർഗത്തിൽ യത്നം ചെയ്താൽ ശക്യ അവാപ്തും, നേടാൻ പറ്റും. ഒരേ കാര്യം, ഒരേ നാമം ജപം. ഒരാള് പെട്ടെന്ന് ജപം കൊണ്ട് ജീവൻ മുക്തനായിട്ട് തീരുന്നു,
വേറെ ഒരാൾ ജപം ചെയ്തു നോക്കി, യോഗാഭ്യാസം ചെയ്തു നോക്കി, ശാസ്ത്രങ്ങൾ പഠിച്ചു നോക്കി, എന്തൊക്കെയോ തോന്നി, സാധിക്കണില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അയാൾ അധികാരിയാണ്, മറ്റേയാൾ അധികാരിയല്ല. ഒരാൾ അധികാരി എങ്ങനെയായി? ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെയും മനോനിഗ്രഹത്തിലൂടെയും സത്സംഗത്തിലൂടെയും പതുക്കെ അഭ്യസിച്ച് സംയമിയായി തീർന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചു. അതുകൊണ്ട് സംയമിയായിട്ടുള്ളവന് വളരെ എളുപ്പത്തിൽ സാധിക്കും, മറ്റുള്ളവന് സാധിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ അർജുനൻ ഒരു സംശയം. കുറച്ചു കാലമൊക്കെ സാധനയൊക്കെ ചെയ്തു, കുറെയൊക്കെ യോഗ അഭ്യാസമൊക്കെ ചെയ്തു, എന്നോട്ട് പൂർണ്ണമായൂല്ല, പൂർണ്ണമായും അങ്ങോട്ട് ആ സ്ഥിതിയിൽ എത്തിയൂല്ല. ആ സമയത്ത് അങ്ങോട്ട് മരിച്ചുപോയെങ്കിൽ ഇത്രയും കാലം ചെയ്തതൊക്കെ വേസ്റ്റായോ? ഇത്രയും കാലം ചെയ്തതൊക്കെ വേസ്റ്റായി പോയോ? അല്ല, അവിടുന്ന് അങ്ങോട്ട് മേൽപോട്ട് പോവാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. പലർക്കും ഉണ്ടാവുന്ന ചോദ്യമാണ്. കുറെയൊക്കെ സാധനയൊക്കെ ചെയ്തു, പിന്നെ മരിച്ചു പോയാൽ നമ്മൾ ചെയ്ത സാധനയൊക്കെ പോവോ? പിന്നെയും 1ാം ക്ലാസ് മുതൽക്ക് ആദ്യം തുടങ്ങണോ? സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ 10 വരെ പഠിച്ചിട്ടുണ്ട്, ഈ ജന്മത്തിൽ ഡയറക്റ്റ് ആയിട്ട് +1 ചേർക്കണം, ചേർക്കില്ല അല്ലേ? കഴിഞ്ഞ ജന്മത്തിൽ 3ാം ക്ലാസ് വരെ പഠിച്ചതാണ്, ഈ ജന്മം അതുകൊണ്ട് ഇതിനു മേലുള്ള ക്ലാസ് മതി. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോ നോക്കൂ, ജീവിതം മുഴുവൻ പഠിപ്പിന് പോകുന്നുണ്ട് അല്ലെ? 23 വയസ്സ് 22 വയസ്സ് വരെ എന്തൊക്കെയോ പഠിച്ചിട്ട് പോകണം. ജീവിതത്തിന് മുഖ്യമായ കാലം മുഴുവൻ പഠിച്ചു. എന്നിട്ട് വല്ലതും അറിവുണ്ടോ ചോദിച്ചാൽ ഒന്നും ഇല്ലാതാരും. അതിലത്തെ യാതൊന്നും ചോദിച്ചപ്പോ നമുക്കൊന്നും അറിയില്ല. എനിക്കറിയില്ല, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പഠിച്ചത് പലതും ചോദിച്ചു കഴിഞ്ഞാൽ കണക്ക് കൂട്ടലും കിഴിക്കലിനും മേലെ കാര്യം കഷ്ടിയാണ്. മലയാളം എന്ന് പറഞ്ഞാൽ എഴുതുക വായിക്കുക എന്നുള്ളതിന് മേലെ വൃത്തം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചതുരമാണ്. പോയി, പഠിച്ചതൊക്കെ പോയി. ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. കെമിസ്ട്രി എന്താ പറയാതെ ടൈം ടേബിൾ ഇട്ട് കാണിക്കില്ല, എന്താ അതിന്? അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ജാതകമാണോ അല്ല സയൻസ് ആണോ ചോദിച്ചാൽ പിടിയില്ല. ഇതൊക്കെ പഠിച്ചതാണ്, ഒക്കെ മറന്നുപോയി. പക്ഷെ അതൊന്നും ഇനിയിപ്പോ അടുത്ത ജന്മത്തിലേക്ക് വരായിക വയ്ക്കൂല്ല, ഒക്കെ പോയി അല്ലേ? അപ്പോ അർജുനന് ഇതേപോലെ ഒരു സംശയം. ഈ ജന്മത്തിൽ പലതും ചെയ്തിട്ട് അങ്ങോട്ട് പൂർണ്ണവുമായില്ലെങ്കിൽ പിന്നെ ആദ്യം തൊട്ട് തുടങ്ങണോ? അതാണ് അർജുനന്റെ ചോദ്യം. നോക്കൂ, അർജുനോവാച അയതി ശ്രദ്ധയോപേതഃ യോഗാച്ഛലിതമാനസഃ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അയതിഹി എന്നുവെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് യത്നം നിന്നുപോയ ആള്. അയാളുടെ യോഗാഭ്യാസം പകുതിയിൽ വെച്ച് നിന്നുപോയി. ചിലപ്പോ ഇത് ഒരു ജന്മത്തിൽ തന്നെ വരാം, ചിലപ്പോ മരിച്ചു പോയേക്കാം. അയാളുടെ യോഗാഭ്യാസത്തിൽ അയാൾ പതിച്ചുപോയി. പല കാരണങ്ങൾ കൊണ്ടാവാം. പലരെയും കാണാം നമുക്ക്. സത്സംഗത്തിലും ജപത്തിലും ഭക്തിയിലും ഇരുന്ന് പെട്ടെന്ന് കുടുംബത്തിലോ എന്തോ കാരണങ്ങൾ കാരണം പെട്ടുപോയി. അത്രയും കാലം ചെയ്തതൊക്കെ മറന്ന് അവർക്ക് ന്യായീകരണം ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ, എന്റെ തലയിലെഴുത്ത്, കുടുംബം, പ്രാരബ്ധം, ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പൊ ഈ പ്രാരബ്ധമൊക്കെ വന്നതുകൊണ്ട് ദുഃഖം പോയി. സന്യാസികൾ ചിലരൊക്കെ പറയും ആശ്രമം ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ഇപ്പൊ ഒന്നും പറ്റുന്നില്ല, ഇതൊക്കെ തന്നെ ഭഗവാന്റെ ആരാധന പറഞ്ഞ് എന്തോ ചെയ്തുകൊണ്ടിരിക്കണു, എന്നാൽ സമാധാനമില്ല, പഴയ പോലെ ജപിക്കാനോ ധ്യാനിക്കാനോ ഒന്നും വയ്യ. ചിലരാ ഒരു കറണ്ട് ഗ്രേസ് എടുത്തുകൊണ്ട് പോകുന്ന പേരൊക്കെ ചെയ്യും, അത് കഴിഞ്ഞ് വിട്ടു. അതാണ് ഭഗവാൻ ചോദിച്ച അയതിഹി. എന്നാൽ ശ്രദ്ധയുണ്ടോ? ശ്രദ്ധയൊക്കെ ഉണ്ട്. അശ്രദ്ധയല്ല, അതിനോട് വെറുപ്പൊന്നുമില്ല, അവർക്ക് ചെയ്യാൻ പറ്റണില്ല. ശ്രദ്ധയോപേതഃ യോഗാത് ചലിതമാനസ, അവരുടെ മനസ്സ് യോഗത്തിൽ നിന്ന് ചലിച്ചുപോയി. ചിലപ്പോ ഭോഗത്തിലുള്ള വാഞ്ച കാരണം യോഗത്തിൽ നിന്ന് ചലിച്ചുപോയി. ഇനിയൊക്കെ മതി, ഇനി നമ്മൾ കുറച്ചും കൂടെ ഭോഗിയായിട്ട് ഇരിക്കാം ചിലർ നിശ്ചയിച്ചിട്ട് അങ്ങനെ പോകും. ഭാഗവതത്തിൽ അങ്ങനെ കഥയൊക്കെ ഉണ്ട്. സൗഭരി മഹർഷി
വെള്ളത്തിൽ പോയി എങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്ന് തപസ്സൊക്കെ കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി കല്യാണം കഴിക്കണം തോന്നി. എന്താന്ന് വെച്ചാൽ നാട്ടിൽ പുറത്തെവിടെ ഇരുന്നാലും മനസ്സ് ചഞ്ചലമായിട്ടിരിക്കുന്നു അദ്ദേഹത്തിന്. എവിടെ പോയാലും ഒരേ ചാഞ്ചല്യം. അതുകൊണ്ട് ഒരു ചാഞ്ചല്യവും ഇല്ലാത്ത വെള്ളത്തിന്റെ അടിയിലാണെന്ന് പറഞ്ഞ് വെള്ളത്തിനെയൊക്കെ നിശ്ചലാക്കി അതിനടിയിൽ പോയി ധ്യാനത്തിലിരുന്നപ്പോ മത്സ്യങ്ങൾ, ആൺ മത്സ്യം, പെൺമത്സ്യം, കുട്ടി മത്സ്യം, വലിയ മത്സ്യം, പേര മത്സ്യം ഒക്കെ കൂടെ പോണത് കണ്ടപ്പോ ഇയാൾക്ക് തോന്നി ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് തോന്നി. അയാൾ അതേപടി വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. മാന്ധാതാവിന്റെ രാജധാനിയിൽ പോയിട്ട് അദ്ദേഹത്തിന് 50 പെൺമക്കളുണ്ട്. മാന്ധാതാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പെൺകുട്ടികളിൽ ആരെങ്കിലും ഒരാളെ കല്യാണം കഴിച്ചു തരുമെന്ന് പറഞ്ഞു മഹർഷി. രാജാവിനിപ്പോ ആപടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെ കണ്ടാൽ താടിയും മീശയൊക്കെ ആയിട്ട് ഈ വെള്ളത്തിൽ നിന്നുള്ളുന്ന അങ്ങനെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് പുറത്തേക്ക്. ഒരു എത്തിക്കൊറ്റൊക്കെ വേണ്ടേ? പോവാ, ഒന്ന് ഷേവ് ചെയ്തിട്ട് വരിക, ഒരു പട്ടുവസ്ത്രം എടുത്തിട്ട് വരിക, ഒരു കല്യാണം ചോദിക്കാനൊരു ചക്കനായിട്ട് വരണ്ടേ? ഇതിങ്ങനെ റോട്ടിന്ന് നടക്കണ ഭിക്ഷക്കാർ വരുന്ന പോലെ അങ്ങനെ തന്നെ കയറി വന്നിട്ട് രാജാവിന്റെ അടുത്തൊന്ന് ചോദിച്ചപ്പോ രാജാവിന് ആകെപ്പാടെ അറപ്പ് തോന്നി. പക്ഷെ മഹർഷിയാണേ, സിദ്ധനാണ്, ശപിച്ചു കളയും. രാജാവ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യം ഒന്ന് ഹാൻഡിൽ ചെയ്യണം. എന്താ വേണ്ട? രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഇക്കാലത്തെ പെണ്ണുങ്ങളൊന്നും അച്ഛനമ്മമാർ പറഞ്ഞ് കേൾക്കണില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട്, ഞാൻ ഫുള്ള് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് അവർക്ക്, അവരിൽ ആർക്കാണോ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് അവരെ നിങ്ങൾ കല്യാണം കഴിച്ചോളാന്ന് തോന്നുന്നു. രാജാവ് തനിയെ ഒഴിച്ചു വിട്ടു. മഹർഷിക്ക് ഇത് അറിയില്ലേ? അദ്ദേഹത്തിന് മേലെ എത്ര മനസ്സിനെ കണ്ടു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണല്ലോ ഞാൻ കാണിച്ചു തരാമെന്ന്. അദ്ദേഹം തന്റെ യോഗശക്തി കൊണ്ട് അതീവ സുന്ദരനായിട്ട് തീർന്നിട്ട് ആദ്യം തന്നെ അന്തപുരത്തിലേക്ക് ന്യൂസ് പോയി, ഇതുപോലെ ഒരാൾ വരുന്നുണ്ട്, ആർക്കാ ഇഷ്ടം എന്ന് വെച്ചാൽ അവര് കല്യാണം കഴിച്ചോളൂ. രാജാവ് തന്നെ പറഞ്ഞയച്ചു, മാന്ധാതാവ് പറഞ്ഞയച്ചു, ഇതുപോലെ മഹർഷി വരുന്നുണ്ട്, ഞാൻ ആളല്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സ്ത്രീകൾ ആദ്യമൊക്കെ ഇത്തിരി അറച്ചു നിന്നു. പക്ഷെ ഇദ്ദേഹം അങ്ങോട്ട് ഉള്ളിൽ വരുന്നത് കണ്ടപ്പോ 50 പേര് അടിപൊട്ടി ബഹളമായി. ചേച്ചി മാറി നിൽക്കുക, അനിയത്തി മാറി നിൽക്കുന്ന പറഞ്ഞാൽ എല്ലാരും കൂടെ ബഹളമായി അത്ര. അവസാനം അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, 50 പേരെയും ഞാൻ കല്യാണം കഴിക്കാം. 50 പേരെയും കല്യാണം കഴിച്ചുകൊണ്ട് പോയി. വലിയ വലിയ മാളികകൾ കെട്ടി 50 ശരീരം 50 രൂപമായിട്ട് മാറിത്രേ. ഇങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ചോദിച്ചാൽ കാര്യം പറയാം, യോഗ മണ്ഡലാണ്. എല്ലാം കഴിഞ്ഞ് ഓരോന്നിലും 10 കുട്ടികളും ജനിച്ചു. 551 ഈ ദക്ഷിണയൊക്കെ കൊടുക്കണ പോലെ. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാരും കൂടെ അവസാനം ഇദ്ദേഹത്തിന് എന്തായി വൈരാഗ്യം വന്നു. അയ്യോ, എന്റെ തപസ്സൊക്കെ പോയല്ലോ, ധ്യാനമൊക്കെ പോയല്ലോ, എന്റെ യോഗ ഇതൊക്കെ പോയി, ബ്രഹ്മ തേജസ് പോയി, ബ്രഹ്മവർച്ചസ് പോയി, ഈ മത്സ്യത്തിന്റെ കുടുംബമൊക്കെ കണ്ടിട്ട് ഞാൻ എന്റെ എല്ലാം വിട്ടുകളഞ്ഞുവല്ലോ എന്നൊക്കെ പറഞ്ഞു വൈരാഗ്യത്തിൽ വിഷമിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി. പിന്നെ ഇതാണ് യോഗാദി ചലിത മാനസ. യോഗത്തിൽ കുറച്ചു കാലം ഇരുന്നു, പിന്നെ ചലിച്ചു. ജ്ഞാനമല്ലാതെ യോഗമാണ്. യോഗം എന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനമുണ്ട്, അജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇയാൾക്ക് ഈ പോക്കും വരവും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഭാഗവതത്തിൽ തന്നെ ഋഷഭചരിത്രമൊക്കെ ഉണ്ട്. അവരൊക്കെ കുടുംബത്തിൽ ഇരുന്നത് കൊണ്ടൊന്നും അവരുടെ ജ്ഞാനത്തിനോ യോഗത്തിനോ ഒന്നും ഒരു ചലനവും വന്നില്ല, ഒന്നും അവർക്ക് ബാധിച്ചതേ ഇല്ല. പക്ഷെ ഈ യോഗഭ്രഷ്ടന്മാരെന്ന് പറയുന്നത് ഒരു തലം വരെ പോയി ചോട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ അവർക്ക് വൈരാഗ്യം. ചിലരെന്താവും, പെട്ടുപോകും. ആ ജന്മത്തിൽ കരകയറാൻ പറ്റില്ല, കിടന്നു വലയും, വിഷമിക്കും, കരയും. അതാണ് ഇവിടെ അയതി ശ്രദ്ധയോപേത യോഗാത് ചലിതമാനസ. അപ്രാപ്യ യോഗ സംസിദ്ധിം. അയാള് യോഗത്തിൽ പൂർണ്ണതയും നേടിയില്ല. അയാളുടെ സ്ഥിതി എന്താവും ഭഗവാനെ? കാംഗതിം കൃഷ്ണ ഗച്ഛതി. ലോകത്തിലുള്ളവരുടെ ദൃഷ്ടിയിൽ ചിലപ്പോ അയാള് പതിതനായിരിക്കും. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ആളുകൾ പറയും, കണ്ടില്ലേ എന്താണോ പറയണത്, ഇതിലേക്കൊന്നും പോവാൻ പാടില്ല. ഇപ്പൊ എന്തായി എന്ന് ചോദിക്കും. ലൗകികരെ യോഗഭ്രഷ്ടനെ കളിയാക്കും. ലൗകികരെ യോഗഭ്രഷ്ടനെ കണ്ട് നേരെ ചൊവ്വ കുടുംബത്തിലിരുന്നാ പോരെ, ഇത് സാധന ഭക്തി എന്നൊക്കെ പറഞ്ഞു പോയി, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കും. ഭഗവാൻ പറയണത്, അവൻ വീണാലും ശരി, പതിച്ചാലും ശരി, അവൻ എന്തെങ്കിലുമൊക്കെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ 10ാം ക്ലാസ്സിൽ തോൽക്കണവൻ എന്തായാലും 1ാം ക്ലാസ്സിലുള്ളവനേക്കാളും മേലെയാണ്. അവൻ മേലെ പോയവൻ എവിടെ തോറ്റാലും എന്തൊക്കെ തന്നെ അയാൾക്ക് പതനം വന്നാലും അയാൾ ചോട്ടിലുള്ള ആളുകളെയൊക്കെ കാളും മേലെയുള്ളവനാണ്. അവന് അവിടുന്ന് ഒരു കുഴപ്പവും വരില്ല.
ലൗകികനായിട്ടുള്ളവൻ വേണമെങ്കിൽ അവനെ കളിയാക്കി പറഞ്ഞാലും ലൗകികൻ ലൗകികൻ തന്നെയാണ്. അയാള് പാരമാർത്ഥികത്തിലേക്ക് ലക്ഷ്യം വെച്ചവനാണ്. അവൻ ദൗർബല്യം കൊണ്ട് കുറെയൊക്കെ വീണുപോയാലും കുഴപ്പമൊന്നുമില്ല. അവൻ പിടിച്ചു പിന്നെയും കയറിക്കൊള്ളും. യോഗഭ്രഷ്ടന്മാര് പലപ്പോഴും അവരുടെ ഗതി വിചിത്രമാണ്. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. ശ്രീ ഭഗവാനുവാച. അത് അർജുനൻ ചോദിക്കണത് കച്ചിന്നോ ഉഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി. ഈ ശ്ലോകം ചൊല്ലിയോ നമ്മള്? കച്ചിന്നോഭയവിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പഥി ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തുമർഹസ്യ ശേഷതഃ ത്വദന്യഃ സംശയസ്യാസ്യ ഛേത്താനഹ്യുപപദ്യതേ. ഇങ്ങനെ യോഗമാർഗത്തിൽ യാത്ര ചെയ്യുന്നവൻ ലൗകികമൊക്കെ അയാളെ വിട്ടുപോയി. എന്നിട്ട് യോഗത്തിന് പൂർണ്ണമായില്ല. പകുതിയിൽ വെച്ച് വീഴുകയോ നിർത്തുകയോ മരിക്കുകയോ ചെയ്തു. അയാള് ഉഭയവിഭ്രഷ്ടനാവുമോ എന്നാണ്. എന്നുവെച്ചാൽ ലൗകികവുമില്ല പാരമാർത്ഥികവുമില്ല, രണ്ടിനും നടുക്കുപെട്ട് ഛിന്നാഭ്രമിവ നശ്യതി. നല്ലവണ്ണം മഴ പെയ്യുമെന്ന് വിചാരിച്ച് മേഘം കൂടി കാറ്റ് വന്ന് മേഘത്തിനൊക്കെ കൊണ്ടുപോയി, ചിതറിപ്പോയി. അതുപോലെ ഇയാള് സാധന, ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറഞ്ഞ് സാധനയൊക്കെ ചെയ്തു, നടുവിലൊക്കെ പാളിപ്പോയി. കച്ചിന്നോ ഉഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണഃ പതി. അയാള് ഭൂമികാ ലബ്ധി ഇല്ലാതെ, എന്നുവെച്ചാൽ ആത്മസാക്ഷാത്കാരം ഉണ്ടാവാതെ, സത്യത്തിൽ നിഷ്ഠനാവാതെ, വിമൂഢനായിട്ട് ആ ബ്രഹ്മജ്ഞാന മാർഗത്തിൽ, ബ്രഹ്മവിദ്യാമാർഗത്തിൽ പതിച്ചു പോകുമോ ഭഗവാനെ? എനിക്ക് വലിയ സംശയം തോന്നുന്നു. ഏതന്മേ സംശയം കൃഷ്ണ ഛേത്തുമർഹസ്യ ശേഷത. ഈ സംശയത്തിന് തീർത്തു തരണം. ത്വദന്യ സംശയസ്യാസ്യ ചേത്താനഹി ഉപപദ്യതേ. ഈ സംശയം തീർക്കാൻ അങ്ങല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അങ്ങല്ലാതെ എനിക്ക് ആര് വഴി കാണിച്ചു തരും, പറഞ്ഞു തരൂ? അയാൾക്ക് എന്താണ് ഗതി എന്നാണ് അർജുനന്റെ ഒരു ചോദ്യം. അപ്പോ ആ ചോദ്യത്തിന് യോഗഭ്രഷ്ടനെ കുറിച്ച് ഭഗവാൻ പറയാണ്. നോക്കൂ. ശ്രീ ഭഗവാനുവാച പാർത്ഥനൈവേഹനാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ പാർത്ഥ, ഇങ്ങനെ ചോദിക്കുമ്പോ ഭഗവാൻ വളരെ പ്രിയത്തോടുകൂടെ താത്ത എന്ന് വിളിക്കണം. താത്ത എന്ന് വെച്ചാൽ അപ്പനേന്ന് വിളിക്കാം. അച്ഛനെയാണ് താത്ത എന്ന് വിളിക്കുക, ശിഷ്യന്മാരെ താത്ത എന്ന് വിളിക്കും, മകനെ താത്ത എന്ന് വിളിക്കും. നമ്മൾ മലയാളത്തിൽ ആ പ്രയോഗമുണ്ട്, അപ്പനേന്ന് വിളിക്കാം മുമ്പൊക്കെ. ഇപ്പൊ ആ ഭാഷയൊന്നുമില്ല. അപ്പോ തമിഴിലും ഉണ്ട് അപ്പനേന്ന് വിളിക്കൽ. അതുപോലെയാണ് ഇവിടെ ഭഗവാൻ വളരെ പ്രിയത്തോടുകൂടെ അർജുനനോട് പറയാണ്, ഹേ താത നൈവൈഹ നാമുത്ര. അയാള് യോഗമാർഗത്തിൽ കുറച്ചൊക്കെ സഞ്ചരിച്ചിട്ട് പതിച്ചുപോയാലും അയാൾക്ക് ഇവിടെയോ അല്ല അവിടെയോ, എന്നുവെച്ചാൽ മരണത്തിന് ശേഷം അവിടെയോ ഒരു വിധത്തിലുള്ള വിനാശമും വരില്ല. വിനാശഃ തസ്യ വിദ്യതേ. അയാൾ കുറെയൊക്കെ തന്നെ അഭ്യാസം ചെയ്തിട്ട് പിന്നെ ലൗകികനായിട്ട് മാറിയാൽ പോലും അയാളെ കുറ്റം പറയൊന്നും വേണ്ട. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയൊരു ലക്ഷ്യത്തിൽ നിന്ന് കുറച്ച് പാളിപ്പോയി എന്നുള്ളത് കാര്യം ശരിയാണ്. അയാൾക്കൊരു നഷ്ടം തന്നെയാണ്. എങ്കിലും ന വിനാശഃ തസ്യ വിദ്യതേ. ഒരു വിധത്തിലും അയാൾ അയ്യോ നീ പാപിയാണ്, നീ നശിച്ചുപോയി എന്നൊന്നും പറയണ്ട. ഒന്നും ഒരു നാശമല്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി.
കല്യാണം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം. മംഗളമായ വിഷയത്തിൽ അല്പമെങ്കിലും മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവന് ദുർഗതി ഉണ്ടാവില്ല എന്നാണ്. He will be supported by many powers in world. അയാളുടെ പുറകെ ധാരാളം പേര് നടക്കും. അയാൾ കുറച്ചെങ്കിലും ജപവും തപവും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറകെ നിൽക്കും. കുറച്ചെങ്കിലും സത്സംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറകെ നിൽക്കും. ചിലപ്പോഴൊക്കെ വളരെ വിചിത്രമായ കഥകളുണ്ട്. മഹാപുരുഷന്മാരുടെ സമ്പർക്കം കിട്ടി, സത്സംഗം കിട്ടിയിട്ട് ഒട്ടും പ്രയോജനപ്പെടുത്താതെ ജീവിതത്തിൽ ദുരിതപൂർണമായി ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കാര്യത്തിൽ അവരായിട്ട് സാധനയൊന്നും ചെയ്തിട്ടില്ല. അവരൊരു സാധനയും ചെയ്തിട്ടുണ്ടാവില്ല. അവർക്ക് ആകെപ്പാടെ കിട്ടിയ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ മഹാപുരുഷന്മാരെ കാണാനോ കൂടെ നിൽക്കാനോ ഒക്കെ ഭാഗ്യം സിദ്ധിച്ചിട്ടും അതിനെയൊക്കെ ലൗകികമാക്കി മാറ്റി പണം ഉണ്ടാക്കാനും വേറെ പലത്തിലും ആയിട്ട് മാറ്റിയൊക്കെ ചെയ്തവരുണ്ട്. ക്രിമിനൽസ് ആയിട്ട് മാറിയവർ പോലും ഉണ്ട്. അതിനൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ആയിട്ടും ഒരംശം അവരിൽ നന്മ നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ വാർദ്ധക്യത്തിൽ വല്ലാതെ ഒരു വേദനിക്കും. ഇത്രയും വലിയൊരു സമ്പർക്കം എനിക്ക് കിട്ടിയല്ലോ, മഹാപുരുഷന്മാരെ എനിക്ക് എന്നിട്ട് പ്രയോജനപ്പെട്ടില്ലല്ലോ. ആ വാർദ്ധക്യത്തിൽ ചിലപ്പോ ആ വേദന വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടിരിക്കും. അവർക്ക് മരണത്തിന് മുമ്പെങ്കിലും പലപ്പോഴും വളരെ ആശ്ചര്യമായി പലരുടെ കഥയിലും മരണത്തിന് മുമ്പ് അവർക്ക് ആ ഗുരുവിന്റെയോ മഹാത്മാക്കളുടെ ദർശനമോ ആ കണ്ടതൊക്കെ ഓർമ്മ വരികയോ എവിടെയെങ്കിലും ഒരു അധ്യാത്മമായൊരു ഉണർവോ ഉണ്ടായിട്ടൊക്കെയാണ് മരിക്കുന്നത്. എന്നുവെച്ചാൽ അത്ര കണ്ട് ഉപയോഗിക്കാത്തവർക്ക് പോലും അത് പ്രയോജനപ്പെടുന്നുണ്ട്. രാമകൃഷ്ണ പരമഹംസരുടെ ഒക്കെ രാമകൃഷ്ണ പരമഹംസർ പലർക്കും വാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നീ മരിക്കുമ്പോ ഞാൻ വരും, നീ സമാധി സ്ഥിതിയിലിരുന്ന് മരിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. ചിലരൊക്കെ പറഞ്ഞു എനിക്ക് സാധനയൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ഭഗവാനെ, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. സാരില്ല, നീ മരണസമയത്ത് നിന്റെ അടുത്ത് ഞാൻ വരും, നിനക്ക് സമാധി അനുഭവം മരണസമയത്ത് ഉണ്ടാവും, ആ സമാധി സ്ഥിതിയിൽ ഇരുന്ന് നീ ശരീരം വിടും, ഭയപ്പെടണ്ട. അങ്ങനെയൊക്കെ രാമകൃഷ്ണ പരമഹംസരെ കളിയാക്കിക്കൊണ്ടും മറ്റുമൊക്കെ ഇരുന്ന ഹസ്ര, പ്രതാപചന്ദ്ര ഹസ്ര എന്ന് പറയുന്ന ആള് രാമകൃഷ്ണ പരമഹംസരുടെ ഒരു സ്വന്തക്കാരനാണ്. കുറച്ച് പണം ഉണ്ടാക്കാൻ വേണ്ടി ദക്ഷിണേശ്വരത്തേക്ക് വന്ന് കൂടിയ ആളാണ്. ജീവിതം മുഴുവൻ ഒരു ബോഷ്കനായിട്ടിരുന്ന ആള് ലാസ്റ്റ് ഡേയ്സിൽ അദ്ദേഹത്തിന് ഠാക്കൂർ വന്നിരിക്കണം, ഭായ വിരിക്കൂ, രാമകൃഷ്ണദേവൻ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ധ്യാന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ടൊക്കെ ശരീരം വിട്ടു. അപ്പോ സാധകൻ എന്ന് പറയുന്നത് ശരീരത്തിന്റെ പേരല്ല, ഭാവമണ്ഡലത്തിന്റെ പേരാണ്. ആര് സാധകൻ, ആരെവിടെ സാധന ചെയ്യുന്നു, എന്താണ് സാധന എന്നുള്ളത് പോലും വളരെ വിഷമം പിടിച്ച കാര്യമാണ് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ അവരിൽ ഈ സന്മാർഗത്തിൽ നടന്നതിന്റെ സംസ്കാരം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. ആ ഒരു ഉറപ്പ് മാത്രം നമ്മൾ ഉള്ളിൽ വെക്കാം. നഹി കല്യാണകൃത് കശ്ചി ദുർഗതിം താത ഗച്ഛതി. മരിച്ചുപോയി കഴിയുമ്പോ പ്രാപ്യ പുണ്യകൃതാം ലോകാൻ, പുണ്യം ചെയ്തവര് അനുഭവിക്കുന്ന സമൃദ്ധമായ മംഗളമായ മണ്ഡലങ്ങളിൽ ലോകങ്ങളിൽ ഇരുന്നിട്ട് ഉഷിത്വ ശാശ്വതീ സമാഹ, അനേക വർഷങ്ങൾ. അതായത് നമ്മൾക്ക് പലപ്പോഴും ഭോഗവാസന കൊണ്ടൊക്കെ ആണല്ലോ നമ്മള് യോഗമാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോണത്. ആ ഭോഗവാസനയൊക്കെ തീർക്കാൻ പറ്റിയ പല ലോകങ്ങളിലൊക്കെ ഇരുന്ന് ഇവരുടെ വാസനകളെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ലോകം തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ലോകം ഉണ്ട് എന്നുള്ളത് തന്നെ തെളിവാണ്. മനസ്സുകൊണ്ട് ഏത് ലോകം വേണമെങ്കിൽ ഉണ്ടാവാം. അപ്പൊ ഭാവനയിൽ നിന്നും നമ്മൾക്ക് നിവൃത്തി ഉണ്ടാക്കാൻ അനേക മണ്ഡലങ്ങളുണ്ടെന്നാണ്. ആ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇയാളെ ശുദ്ധം ചെയ്ത് സ്ഫുടം ചെയ്തെടുത്ത് ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോപിച്ചായത്. സാധാരണ ഈ യോഗഭ്രഷ്ടന്മാർ ജനിക്കും. എങ്ങനെയാ ജനിക്കാന്ന് വെച്ചാൽ അതായത് ഈ കുടുംബം വളരെ പ്രധാനമാണ്. എന്താന്ന് വെച്ചാൽ പണക്കാരന്റെ വീട്ടിൽ ജനിച്ചാൽ ജന്മനാ പണം ഉണ്ടാവും അയാൾക്ക്, ജന്മനാ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് ആധ്യാത്മികമായ ഒരു കുറവാണ്. പല സൗകര്യങ്ങൾക്ക് അയാൾ അടിമപ്പെട്ടു പോകും. പക്ഷേ ശൗചമുള്ള കുടുംബത്തിൽ ജനിക്കാനാണ്. ഇപ്പോ മത്സ്യമാംസം ഭക്ഷിക്കാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചവന് ജന്മനാ തന്നെ അത് സിദ്ധിയായിട്ട് കിട്ടുകയാണ്. മറ്റേത് മത്സ്യമാംസം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആൾക്ക് ഇനിയിപ്പോ ഒരു സത്സംഗത്തിൽ വന്നിട്ട് ഇതൊക്കെ ഉപേക്ഷിക്കണമെന്ന് തീരുമാനിച്ച അയാൾ ഒരുപാട് പരിശ്രമം ചെയ്തിട്ടാണ് അത് ഉപേക്ഷിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു അനുകൂല സാഹചര്യം പ്രകൃതി കൊടുക്കുന്നു.
ചിലർക്ക് ശാസ്ത്രമൊക്കെ ഉള്ള കുടുംബം, ശാസ്ത്രാധ്യയനമൊക്കെ ഉള്ള കുടുംബം. ചെറുപ്പം മുതൽക്ക് തന്നെ ഇവർക്ക് ഭക്തിയും ജപവും സാധനയും അമ്പലത്തിൽ പോകലും അല്ലെങ്കിൽ മഹാപുരുഷന്മാരുടെ സമ്പർക്കവും ഉള്ള കുടുംബത്തിൽ പോയി ജനിക്കുകയാണ്. ജന്മനാ തന്നെ ആ കുട്ടികളിൽ അതിനൊരു വാസനയും കാണുകയും അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുകയൊക്കെ ചെയ്യുമ്പോ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. എന്നുവെച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യണോ, അടുത്ത ജന്മത്തിൽ എവിടുന്ന് പുറപ്പെടണമെന്നോ അവിടെ കൊണ്ട് എത്തിക്കുകയാണ്. ഇവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഏതേത് ദൗർബല്യം കാരണം മുന്നോട്ട് പോവാൻ സാധിച്ചില്ലയോ അതാത് ദൗർബല്യങ്ങളെ നീക്കം ചെയ്യാവുന്ന അനുകൂല സാഹചര്യങ്ങളിൽ കൊണ്ടുപോയി ഇവരെ ഇരുത്തുകയാണ്. ആ ജന്മത്തിൽ ചിലപ്പോൾ അവരുടെ വാസന തീർക്കലുണ്ടാവും, ചിലപ്പോ ചില സാധനകൾ അവർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും, ചില മാർഗങ്ങളിൽ സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സൗകര്യമുള്ള ഒരു കുടുംബത്തിൽ പോയി ആ കുഞ്ഞ് ജനിക്കും. ഓരോ കുഞ്ഞും ലോകത്തിൽ വരണത് എന്തോ ഉദ്ദേശവും കൊണ്ടാണ്. പക്ഷെ ഒരു കുഞ്ഞ് യോഗഭ്രഷ്ടനാണോ എന്ന് അറിയാൻ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല. ചിലർക്കറിയാം, ചില കുട്ടികൾ ജനിക്കുമ്പോ ഇത് യോഗഭ്രഷ്ടന്മാരാണ്. യോഗഭ്രഷ്ടന്മാരാണെന്ന് പറഞ്ഞാൽ മഹാത്മാക്കളാണെന്ന് അർത്ഥം. യോഗഭ്രഷ്ടൻ എന്ന വാക്കിന് യോഗത്തിൽ വീണവൻ എന്നാണ് അർത്ഥം. പക്ഷേ ജനിച്ച കുട്ടി യോഗഭ്രഷ്ടനാണെങ്കിൽ മഹാപുരുഷനാണ്. അതാണ് കണക്ക്. യോഗഭ്രഷ്ടൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ യോഗത്തിൽ നിന്ന് വീണവൻ ജനിച്ചു എന്നല്ല അർത്ഥം. ഒരു കുട്ടിയെ മഹാത്മാക്കൾക്ക് കണ്ടാൽ ചിലർക്ക് യോഗികൾക്ക് അറിയാം ഈ കുട്ടി യോഗഭ്രഷ്ടനാണെന്ന് പറഞ്ഞാൽ അവൻ മഹാപുരുഷനാണെന്ന് അർത്ഥം. ചിലപ്പോ പെട്ടെന്ന് അങ്ങോട്ട് കുറച്ച് വർഷങ്ങൾ ജീവിച്ചിട്ട് താൻ നേടേണ്ടത് നേടിയിട്ട് ശരീരം ഇട്ടിട്ട് പോയി കളയും. ചിലപ്പോ ഒരു പ്രാരബ്ധം ഉണ്ടാവില്ല. ശരീരം ഇങ്ങനെ ജനിച്ചിട്ട് ജീവിച്ച് എന്തോ ഒരു ജീവിച്ച് വിഷമിച്ചിട്ട് തീർക്കാനേ ഉണ്ടാവുള്ളൂ. ജീവിച്ചിട്ട് പോവും. നമുക്കൊരു കാരണമൊന്നും അറിയില്ല, എന്തിനാ അത് ജനിച്ചതെന്ന് അറിയില്ല. ജനിച്ചു, അതിനെന്തോ ചിലത് കിട്ടാനുണ്ട്. ഈ ജന്മത്തിലെ പൂർവ്വജന്മത്തിലത്തെ ചില പാപമോ ചില പുണ്യമോ തീർക്കാൻ മാത്രം ഉണ്ടാവും. തീർത്തിട്ട് ഇട്ടിട്ട് പോവും. എന്താന്ന് ചോദിച്ചാൽ ഇതിന് സയൻസിലൊന്നും ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല. യോഗഭ്രഷ്ടൻ അവിടെ ജനിച്ചു. ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലാതെ ഇനി ഇതിനേക്കാളും ശ്രേഷ്ഠതരമായ ഒരു ജന്മമുണ്ട്. ശുചീനാം ശ്രീമതാംഗേഹേ. ശ്രീമതാംഗേഹ എന്ന് വെച്ചാൽ പണമുള്ള കുടുംബം എന്നല്ല അർത്ഥം, നല്ല ഐശ്വര്യ സമൃദ്ധിയുള്ള കുടുംബം. അങ്ങനെയൊക്കെ ജനിക്കുന്നു. ഇനിയിപ്പോ അങ്ങനെ അല്ലാതെ അഥവാ എന്ന് പറഞ്ഞു ഭഗവാൻ. അഥവാ എന്ന് വെച്ചാൽ ഇൻ റെയർ കേസസ്, എക്സെപ്ഷണൽ കേസസ് യോഗഭ്രഷ്ടന്മാര് ജനിക്കും. യോഗഭ്രഷ്ടന്മാര് വളരെ ഉയർന്ന ശേഷം ഈ എക്സെപ്ഷണൽ ലൈനിൽ വരും. അതാണ് അഥവാ ശബ്ദത്തിന് ഇവിടെ ആചാര്യസ്വാമികൾ ഭാഷ്യത്തില് പറയാൻ കാരണം. അഥവാ എന്ന് പറയുമ്പോ ശ്രീമതാം കുലാത് അന്യസ്മിൻ യോഗിനാമേവ. അത് ഇനി പറയാ, നോക്ക. അടുത്ത ശ്ലോകം ചൊല്ലാം, കേൾക്കും. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യദീദൃശം. യോഗിനാമേവ ദരിദ്രാണാം കുലേ ഭവതി ധീമതാം. അവർ ജ്ഞാനികളാണ്, യോഗികളാണ്. ധീമതാം യോഗിനാം അവിടെ ജനിക്കണു. ഏതദ് ഹി ജന്മ. ദരിദ്രന്മാരായ യോഗികളെന്ന് പ്രത്യേകം ആചാര്യസ്വാമിയുടെ ഭാഷ്യത്തിൽ പറയണം. എന്താന്ന് വെച്ചാൽ അവർക്ക് പൂർവ്വ പ്രാരബ്ധം കൊണ്ട് ധനസമൃദ്ധിയിലല്ല ജനിക്കണത്, ദാരിദ്ര്യത്തിൽ ജനിച്ചു എന്ന് വരാം. അങ്ങനെ പറഞ്ഞിട്ട് ഈ ദരിദ്രാണാം എന്നുള്ളത് ഗീതാശ്ലോകത്തിലില്ല. യോഗിനാമേവ കുലേ ഭവതി ധീമതാം എന്നുള്ളത് ജ്ഞാനികളായ യോഗികളുടെ കുലത്തിൽ ജനിക്കണം. ഇതിന് ഉദാഹരണം പറഞ്ഞാൽ ജ്ഞാനേശ്വരൻ, നിവൃത്തിനാഥ്, ജ്ഞാനേശ്വരൻ, മുക്താബായി, സോപാനദേവ്, അവരുടെ അച്ഛനെ വലിയ യോഗിയായിരുന്നു. വിഠൽ പന്ത് എനിക്ക് സംസാരമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സന്യാസിയായി പുറപ്പെട്ടു പോയ ആളാണ്. അത് രസം എന്താന്ന് വെച്ചാൽ ആദ്യം അദ്ദേഹം പരിവ്രാജകനെ പോലെ നടന്നപ്പോ സ്വപ്നം കണ്ടു. ഇതുപോലെ ഒരു വീട്ടിന് മുമ്പ് കിടക്കുമ്പോ ഈ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, നിനക്ക് ജ്ഞാനികളായ കുട്ടികൾ ഉണ്ടാവുന്നു. ആ വീട്ടിലെ ആ ബ്രാഹ്മണനും സ്വപ്നം കണ്ടു, ഉമ്മർത്ത് ഒരു ബ്രഹ്മചാരി കിടക്കുന്നുണ്ട്, നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിച്ചു കൊടുത്തിട്ട് അനേക വർഷങ്ങൾ ഇയാള് ഗൃഹസ്ഥാശ്രമിയായി ഇരുന്നിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല.
അയാൾ എന്ത് ചെയ്തു? വിരക്തനായി, വൈരാഗ്യം പ്രബലമായപ്പോ ഒക്കെ ഇട്ടിട്ട് പോയി, കാശിയിലേക്ക് പോയി. കാശിയിൽ പോയി രാമാനന്ദ സ്വാമിയുടെ ശിഷ്യനായി സന്യാസം എടുത്തു. സന്യാസിയായിട്ട് താമസിച്ചു. ഗുരുവും കാര്യമായിട്ടൊന്നും അന്വേഷിച്ചില്ല. ഗുരു നിന്റെ കർത്തവ്യമൊക്കെ കഴിഞ്ഞോ എന്ന് മാത്രം ചോദിച്ചു. കഴിഞ്ഞു എന്നും പറഞ്ഞു. സന്യാസം കൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഗുരു രാമേശ്വര യാത്രയ്ക്ക് പുറപ്പെടുകയാണ് രാമാനന്ദ സ്വാമി. രാമേശ്വര യാത്രയായിട്ട് പുറപ്പെട്ടു വരുമ്പോ ഇവരുടെ ഗ്രാമം ആളന്തിയിലേക്ക് വരുന്ന വഴിയില് വിഠൽ പന്ത് കൂടെ വന്നില്ല. എന്താന്ന് വെച്ചാൽ തന്റെ ഗ്രാമം വഴിക്ക് പോവുമോന്ന് പേടിച്ചിട്ട് തന്നെ വന്നില്ല. അപ്പൊ ഈ ഗുരു തിരിച്ചു വരുന്ന ആള് ആളന്തിയിൽ വന്ന് നോക്കണം, പ്രകൃതി എങ്ങനെയാ അറേഞ്ച്മെന്റ് ചെയ്യണം നോക്കണം. നേരെ വന്നിട്ട് ഒരു ആലിന്റെ ചോട്ടിൽ വന്ന് ഈ സ്വാമി വന്നിരുന്നപ്പോ ആ ആലിനൊരു പതിവ്രത പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കും, ഈ വിഠൽ പന്തിന്റെ ഭാര്യ. രാമാനന്ദ സ്വാമിയെ വന്ന് നമസ്കരിച്ചതും സ്വാമികൾ പറഞ്ഞു, പുത്രവതീ ഭവ എന്ന് ആശീർവദിച്ചു. ആ അമ്മ കരയാൻ തുടങ്ങി. എന്തിനാ കരയണമെന്ന് വെച്ചു. അങ്ങ് എന്നെ പുത്രവതീ ഭവ എന്ന് അനുഗ്രഹിച്ചു, എന്റെ ഭർത്താവേ കൂടെ ഇല്ല. അദ്ദേഹം എവിടെ പോയി? നീ സുമംഗലിയായിട്ട് തന്നെ കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ അനുഗ്രഹിച്ചു. ഭർത്താവ് എവിടെ പോയി? ആരോ പറഞ്ഞു കാശിയിൽ പോയി എന്ന് പറഞ്ഞു, സന്യാസിയായി എന്നൊക്കെ ആരൊക്കെയോ പറയണു. അപ്പൊ രാമാനന്ദ സ്വാമിക്ക് എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പോ മനസ്സിലായി വിഠൽ പന്താണ് ആള്. തന്റെ അടുത്ത് പറഞ്ഞില്ല തനിക്ക് ഭാര്യയുണ്ടെന്നൊന്നും. അപ്പൊ തന്നെ ആളെ അയച്ചു, വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സന്യാസത്തിൽ നിന്ന് സംസാരിയാവാൻ പാടില്ല, മഹാപാപാണ്. സ്മൃതി പ്രകാരം, ധർമ്മശാസ്ത്ര പ്രകാരം വാസ്തവത്തിൽ ഒറ്റ പ്രായശ്ചിത്തമേ ഉള്ളൂ, അഗ്നിയിലോ മറ്റൊക്കെ വീണു പോവാന്നാണ്. അങ്ങനെ ചെയ്താൽ. എന്നാലും ഞാൻ നിനക്ക് ആജ്ഞ തരാണ്, നീ തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോവാ. എന്തോ ഈശ്വര നിയതിയുണ്ട്, അതുകൊണ്ടാണ് എന്റെ വായി കൂടെ പറയിപ്പിച്ചത് പുത്രവതീ ഭവ. നോക്കണം, പ്രകൃതി ഇങ്ങനെയൊക്കെ കൊണ്ടുവരുവച്ച അയാളെ സന്യാസിയാക്കി പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ അതിലൊരു 4 കുട്ടികൾ ഉണ്ടാവുന്നവരാണ്. അതിനുശേഷം കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. തിരിച്ചു വന്ന ആൾക്ക് പിന്നീടാണ് നിവൃത്തിനാഥ്, ജ്ഞാനേശ്വർ, സോപാനദേവ്, മുക്താബായി 4 കുട്ടികളും ജ്ഞാനികളായിരുന്നു. ഇത് യോഗിനാമേവ കുലേ ഭവതി ധീമതാം എന്നുള്ളതിന് ഉദാഹരണമാണ്. പഴയ കാലത്ത് മഹർഷികളും അധികം പേരും ഗൃഹസ്ഥാശ്രമികളായിരുന്നല്ലോ. വ്യാസൻ, ശുഗൻ എന്ന് പറയുന്നതൊക്കെ ഈ പരമ്പരയിൽ കൂട്ടാം. യോഗിനാമേവ കുലേ ഭവതി ധീമത. ശ്രീശങ്കരൻ, രാമകൃഷ്ണ പരമഹംസർ ഇവരൊക്കെ ഏകദേശം യോഗികളുടെ കുലത്തിൽ ജനിച്ചവരാ. അവരുടെ അച്ഛനമ്മമാരൊക്കെ അങ്ങനെ ആയിരുന്നു. ആചാര്യസ്വാമികളുടെ ആവട്ടെ, രാമകൃഷ്ണ പരമഹംസരുടെ ആവട്ടെ, ച്യുതിരാം ചാറ്റർജി, ചന്ദ്രമണി ദേവി, അവരൊക്കെ തപസ്വികളും പരമഭക്തന്മാരുമായിരുന്നു. യോഗിനാമേവ കുലേ ഭവതി ധീമതാം. ഇത് വളരെ റെയർ ആയതുകൊണ്ട് ഭഗവാൻ എന്തു പറഞ്ഞു? ഏതത് ഹി ദുർലഭതരം ജന്മ ലോകേ യദീദൃശം. ഇതുപോലെ ഒരു ജന്മം കിട്ടുക എന്ന് പറയുന്നത് ദുർലഭ തരമാണ്. അവതാര പുരുഷന്മാരായിട്ടുള്ളവർക്ക് അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായി കിട്ടും. അവിടെ ജനിച്ചാൽ എന്താപ്പോ പ്രയോജനം എന്ന് വെച്ചാൽ അവിടെ കുറച്ചു കാലമൊക്കെ അവർ ജീവിച്ച് സാധാരണയായിട്ട് ജീവിക്കും, എല്ലാവരെയും പോലെ ജീവിക്കും. കാര്യമായിട്ടൊന്നും വ്യത്യാസമൊന്നും കാണില്ല. നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോഴൊക്കെ നമ്മള് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കാണുമെന്ന് വെച്ചാൽ ഒന്നും കാണില്ല. എപ്പോഴോ ഒരു സന്ദർഭത്തിലാണ് അവർക്ക് പൂർവ്വ സംസ്കാരവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുക. അതുവരെ ചിലപ്പോ സാധാരണമായിട്ടിരിക്കും. രമണ മഹർഷിയുടെ ജീവിതം നോക്കിയാൽ കാണാം, ആ 16-17 വയസ്സ് വരെ ഒരിക്കലും മഹർഷി സന്യാസിയാവുന്ന ആരും കരുതിയിരുന്നില്ല. അവരുടെ ജന്മത്തിലുള്ള, അവരുടെ കുടുംബത്തിലൊരു ശാപമുണ്ട്, ഓരോ പരമ്പര ഒരാൾ സന്യാസിയാവുന്നു. അതാണ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ട് തീർന്നത്. പക്ഷെ ഒരാളും ഈ കുട്ടി സന്യാസിയാവുമെന്ന് വിചാരിച്ചില്ല. ഫുട്ബോള് കളിക്കുക, അമ്പലത്തിൽ പോയി കളിക്കാം, അമ്പലത്തിൽ പോയി തൊഴാനല്ല കളിക്കാൻ പോവാം, നീന്തുക, ഇതിലൊക്കെ ഉത്സാഹം ഉണ്ടായിരുന്നു എന്നുള്ളതെന്നല്ലാതെ ജപമോ പൂജയോ പുസ്തകമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ആളാണ് പെട്ടെന്ന് 16-ാമത്തെ വയസ്സിലൊരു ഉണർവ്. എന്തായി? അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നോക്കൂ, തത്ര തം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന.
തത്ര ആ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം. പൂർവജന്മത്തിൽ താൻ വിട്ടുപോയ എന്തിനോടൊക്കെയോ സംബന്ധം വരും, പെട്ടെന്നൊരു കണക്ഷൻ വരും. അത് അവർക്ക് ഈ ജന്മത്തിൽ എത്ര പ്രാരബ്ധം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. 63 നായന്മാരില് ജ്ഞാനസംബന്ധർ, ചെറിയ കുട്ടി, 3 വയസ്സ് കുട്ടി. 3 വയസ്സ് വരെ ആ കുട്ടിക്കൊന്നും പ്രത്യേക വിശേഷം ഉണ്ടായില്ല. 3-ാമത്തെ വയസ്സിൽ അച്ഛൻ ശിവപാദ ഹൃദയർ, അദ്ദേഹം പരമഭക്തനായിരുന്നു. നാട് മുഴുവൻ ജൈനമതം സനാതനധർമ്മത്തിന് കടക്കല് മഴുവെച്ച കാലാണ്. ആ സമയത്ത് അച്ഛൻ തപസ് ചെയ്തു അത്രേ, തനിക്ക് വീണ്ടും ഈ സനാതനധർമ്മം തഴച്ചു വളരാനായിട്ട് ഒരു കുട്ടി ജനിക്കണം എന്ന് പറഞ്ഞ് ശിവപാദ ഹൃദയർ തപസ് ചെയ്തു എന്നാണ്. അങ്ങനെ ജനിച്ച കുട്ടിയെ 3 വയസ്സ് കുട്ടിയിൽ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക്? 3 വയസ്സ് കുട്ടി കൊണ്ട് ശീരുകാഴിയിൽ കുളത്തിലേക്ക് കുളിക്കാൻ പോയി. കുളിക്കാൻ പോയ ആള് കുളിച്ചോണ്ടേ ഇരിക്കുമ്പോ കുട്ടി കരക്കലിരിക്കുന്നുണ്ട്, കരഞ്ഞു. അമ്മേ അച്ഛാന്ന് പറഞ്ഞു കരഞ്ഞു. അമ്മേ അപ്പാന്ന് പറഞ്ഞു വിളിച്ചു. പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അച്ഛൻ കുളിച്ച് കരകയറി വരുമ്പോ കുട്ടിയുടെ വായിന്ന് ഇങ്ങനെ പാലിറ്റിട്ടോണ്ടിരിക്കുന്നുണ്ട്. കുട്ടിക്ക് വിശന്നു, കരഞ്ഞു. അച്ഛൻ ചോദിച്ചു, നിനക്ക് ആരാ പാല് തന്നെന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചാൽ നല്ല ആചാരമായ ബ്രാഹ്മണ കുടുംബം, മറ്റുള്ള സ്ഥലത്തുനിന്നൊന്നും കഴിക്കില്ല. അപ്പൊ ആരെങ്കിലുമൊക്കെ പാല് കൊടുത്തോണ്ട് പോയോ കുട്ടിക്ക് എന്നൊരു അച്ഛനൊരു പേടി. ആര് തന്നു നിനക്ക് പാല്? നല്ല 4 വേദങ്ങളും ഉള്ള ചതുർവേദിയായിരുന്നു ശിവപാദ ഹൃദയം എന്നൊക്കെ ഒരു ചൊല്ല്. എന്താന്ന് വെച്ചാൽ ജ്ഞാനസംബന്ധരുടെ പാട്ടുകളിലൊക്കെ നാൽമറൈ ജ്ഞാനസംബന്ധൻ എന്ന് തന്നെ പാടുന്നുണ്ട്. നാൻമറൈ ജ്ഞാനസംബന്ധൻ. അപ്പോ അച്ഛൻ ചോദിക്കണു, ആരാ നിനക്ക് പാല് തന്നെന്ന് ചോദിച്ചു. കുട്ടി ഇങ്ങനെ ശീരുകാഴി അമ്പലത്തിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട്, തോടുടയ ശവിയൻ വിടയേറി ഓർത്തു വെൺമതി ചൂടി. കുട്ടി പാടിയതാ 3.5 വയസ്സിൽ ആദ്യത്തെ പാട്ട്. ശങ്കരാചാര്യർ ആദ്യം എഴുതി നമുക്ക് റെക്കോർഡ് കിട്ടും 6 വയസ്സിലോ 7 വയസ്സിലോ അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയന്തിന്ന് എഴുതി. ഈ കുട്ടി 3.5 വയസ്സ് കുട്ടി അച്ഛൻ ആര് പാല് തന്നു എന്ന് ചോദിച്ച ഉടനെ വാക്കില് പറയണതിന് പകരം തോടുടയ ശവിയൻ വിടയേറിയോർ തൂവെൺമതി ചൂടി കാടുടയ சுடலை பொடி பூசியன் உள்ளம் கவர் கள்வன் ஏடுடைய மலரான் முனை நாள் பணிந்தேத்த அருள் செய்த பீடுடைய பிரம்மாபுரம் மேவிய பெம்மானிவனன்றே തോടുടയ ചെവിയൻ വിടയേറി ഓർ തൂവെൺ മതിചൂടി. ഋഷഭത്തിൽ കയറി ഇരുന്നുകൊണ്ട്, തോട് എപ്പോഴും സ്ത്രീകൾ ധരിക്കണ ആഭരണമാണ്, അതുകൊണ്ട് അംബികയോടുകൂടെ വന്നു അർദ്ധനാരീശ്വരനായി, തൂവെൺമതി ചന്ദ്രകലാധരനായി, തൂവെൺമതി ചൂടി കാടുടയ ചുടലൈ പൊടി പൂശി ശ്മശാന ഭസ്മം ധരിച്ച് എൻ ഉള്ളം കവർ കൾവൻ, എന്റെ ഹൃദയത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ കള്ളൻ, എൻ ഉള്ളം കവർ കൾവൻ. 3.5 വയസ്സ് കുട്ടി പാടുന്ന പാട്ടാണോ അത്? 3.5 വയസ്സ് കുട്ടിക്ക് ഈ പാട്ട് എവിടുന്ന് വന്നു? തത്രതം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദേഹികം. പൂർവ്വജന്മത്തിൽ പഠിച്ചു വെച്ചതാണ്. ചില 6 വയസ്സിൽ 7 വയസ്സിലെ കുട്ടികൾ കീർത്തനമൊക്കെ പാടണം, കച്ചേരി ചെയ്യണം. പഠിച്ചിട്ടല്ല, പഠിച്ചിട്ടിപ്പോ 10 വയസ്സും പഠിച്ചു, 10 വർഷം പഠിച്ചിട്ട് ചിലർക്ക് സാപാസാ വരണില്ല സ്വരത്തോടെ. അപ്പോ പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹി അവശോപി സഹ. അടുത്ത ശ്ലോകം നോക്കൂ. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹി അവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. പൂർവജന്മത്തിൽ ചെയ്ത അഭ്യാസം, ജപമോ ധ്യാനമോ സദ്ഗ്രന്ഥപാരായണമോ, അതിന്റെ ഫോഴ്സ്, ആ ഫോഴ്സ് അങ്ങനെ നിന്നിട്ട് ഈ ജന്മത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വലിക്കുകയാണ്. ഹ്രിയത്തെ,
അവശോപിസഹ എന്നാണ്. ഇദ്ദേഹം വേണ്ടാന്ന് വിചാരിച്ചാലും വയ്യാന്നാണ്. ഭക്തന്മാരുടെ കഥയൊക്കെ കണ്ടാൽ കാണാം, അവര് വേണ്ട വയ്ക്കാണ്. പക്ഷെ ആ നാമമോ ഭഗവാനോടുള്ള ഭക്തിയോ അവര് വേണ്ടാന്ന് വെച്ചാൽ പോലും അവരെ വിടാതെ വലിച്ചുകൊണ്ടിരിക്കുക. ഹ്രിയതേഹി അവശോപിസഹ. ജിജ്ഞാസുരപി യോഗസ്യ. യോഗസാധനയ്ക്ക് ജിജ്ഞാസ വരുമ്പോ തന്നെ എന്താവും? സന്ധ്യാവന്തനം, കർമാനുഷ്ഠാനങ്ങൾ, വൈദികമായതൊക്കെ വിട്ടുപോയി. ശബ്ദബ്രഹ്മാതി വർത്തതി. അയാള് ലൗകികത്തിലും ഇൻട്രസ്റ്റ് ഇല്ലാതായി, വൈദികമായിട്ടുള്ള കർമ്മകാണ്ഡത്തിലും രുചി പോയി. വെറുതെ ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് പലതും ചെയ്യാൻ പറഞ്ഞാൽ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല, ഒക്കെ പോയി. കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥ. ദേവിയെ ആരാധിച്ച് ജനിച്ച കുട്ടിയാ. കുട്ടി ജനിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് സന്ധ്യാവന്തനമില്ല, ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുക. 7 വയസ്സില് മഹാപണ്ഡിതനായ, തഞ്ചാവൂരിൽ നിന്ന് വന്നിട്ടുള്ള മഹാപണ്ഡിതനായ ഉദ്ദണ്ഡശാസ്ത്രികളെ വാദത്തിൽ ജയിച്ചു. 7 വയസ്സില്. 10-12 വയസ്സാവുമ്പോഴേക്കും അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടുപോയി. കിണ്ടി കമ്മിറ്റി പോവാന്ന് പറയുമൊക്കെ പോയി. അനുഷ്ഠാനമൊക്കെ പോയി. ഒന്നുമില്ല. എന്താ സന്ധ്യാവന്തനം കഴിക്കില്ലേ ചോദിച്ചാൽ സൂര്യൻ അസ്തമിക്കട്ടെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കട്ടെ എന്ന് പറയട്ടെ. ഉദിക്കണില്ല, അസ്തമിക്കണില്ല, സൂര്യൻ എപ്പോഴും നിൽക്കുകയാണ്. ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയോനസ്ത കഥം സന്ധ്യാമുപാസ്മഹേ. സിദ്ധന്റെ സ്ഥിതിയാണ്. ചിലപ്പോ ജിജ്ഞാസുവായിട്ടുള്ള ആള് തന്നെ ഈ കർമ്മകാണ്ഡത്തിന്റെ പിടിയെ കൂട്ടുപോകും. ആളുകൾ തോന്നും ഇവൻ ഒരു ദുരാചാരിയായിട്ട് നടക്കണം, ഒന്നും ചെയ്യണില്ല, അനുഷ്ഠാനം ഒന്നും ചെയ്യണില്ല. അയാളെ ഏതോ ഒരു ഫോഴ്സ് വലിച്ചുകൊണ്ട് പോവാണ്. അയാൾക്ക് ബാക്കി റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്നൊന്നും പറ്റണില്ല. അയാളെ പൂർവാഭ്യാസം വലിച്ചുകൊണ്ട് പോവാണ്. അയാളുടെ സംസ്കാരത്തിനനുസരിച്ച് ഏതോ ഒരു സാധനം തെരഞ്ഞെടുക്കണോ, ബാക്കിയൊക്കെ വിട്ടുപോയി. ജ്ഞാനസംബന്ധർക്ക് തന്നെ പൂണോലിട്ട് കൊടുക്കുമ്പോ പഞ്ചാക്ഷരത്തിന്റെ മഹിമ പാടിയത്രേ അവിടെ വെച്ച്. ഗായത്രി ഉപദേശിക്കുന്ന സ്ഥലത്ത് പഞ്ചാക്ഷരത്തിന്റെ മഹിമ പാടിയെന്ന്, പഞ്ചാക്ഷര പതികം അവിടെ വെച്ച് പാടി. അപ്പൊ എന്താ? പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേഹി അവശോപിസഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത്തെ. യോഗത്തിൽ ജിജ്ഞാസ ഉണ്ടാവുമ്പോ തന്നെ ഈ ശബ്ദബ്രഹ്മത്തിന്റെ മണ്ഡലം കടന്ന് അയാൾ ഉയർന്ന തലത്തിലേക്ക് പോയി. അടുത്ത ശ്ലോകം നോക്കും. പ്രയത്നാദ്യതമാനസ്തു യോഗീ സംശുദ്ധകിൽബിഷഃ അനേകജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. ഇങ്ങനെ ജന്മങ്ങൾ കൊണ്ട് പവിത്രീകരിക്കപ്പെട്ട യോഗി, അനേക ജന്മ സംസിദ്ധ, അയാള് പൂർവജന്മ വാസന കൊണ്ട് ആകർഷിക്കപ്പെട്ടാലും ആ ജന്മത്തിൽ അയാൾ പ്രയത്നിക്കണം. ആ സംസ്കാരത്തിനെ പിടിച്ചുകൊണ്ട് ഇയാള് കപ്പൽ ഓടിക്കണം. കാറ്റിനനുസരിച്ച് പായ പൊക്കിക്കെട്ടി വണ്ടി പോകണം. അതിൽ പോയാൽ ചിലപ്പോൾ ആ ജന്മത്തിൽ യോഗഭ്രഷ്ടനാവാം. ഇയാൾക്ക് അനുകൂല സാഹചര്യമുണ്ട്, പക്ഷെ ആ ജന്മം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അയാൾ അവിടെ യോഗഭ്രഷ്ടനായേക്കാം. അങ്ങനെ ഇല്ലാതെ പ്രയത്നാദി യതമാനസ്തു, പ്രയത്നം ചെയ്ത് യത്നിക്കും. അവിടെ തപസ് ചെയ്യുകയാണെങ്കിൽ സംശുദ്ധകിൽ ബിഷ, പതുക്കെ ഉള്ളിലുള്ള കൽമഷമൊക്കെ പോയി അനേക ജന്മങ്ങളിലൂടെ ശുദ്ധമായ ഈ യോഗി തതോ യാതി പരാം ഗതി, പരമമായ ഭഗവത് പദത്തിനെ, മോക്ഷത്തിനെ, സ്വാതന്ത്ര്യത്തിനെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള യോഗി ആര് ജീവൻ മുക്തനായിത്തീരുന്നു, ആര് ആ പരാഗതിയെ പ്രാപിക്കുന്നു, ആ യോഗി എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണ്. അവൻ യോഗഭ്രഷ്ടനായി ജനിക്കുമ്പോ തന്നെ സാധാരണ ആളുകളെക്കാളും ശ്രേഷ്ഠനാണ്. അയാള് ആ മാർഗത്തിൽ സഞ്ചരിച്ച് ലക്ഷ്യത്തിനെ പ്രാപിക്കുമ്പോ അയാൾ എല്ലാവരെക്കാളും ശ്രേഷ്ഠനാണെന്ന് ഭഗവാൻ പറയണു. നോക്കാം. തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗീ ഭവാർജുന. യോഗി എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ അവശനാണ് യോഗി. അയാള്
ഭഗവത് കൃപാശക്തിയുടെ വശത്തിൽപ്പെട്ടവനാണ്. നമ്മളൊക്കെ മനസ്സിന്റെ വശത്തിൽ എങ്ങനെ പെട്ടിട്ട് വേണ്ടാന്ന് വെച്ചാൽ ലൗകിക പ്രവൃത്തി ചെയ്യണു, അതുപോലെ വേണ്ടാന്ന് വെച്ചാലും ഭക്തി സാധനയിൽ പെട്ടവനാണ് യോഗി. അങ്ങനെയുള്ള യോഗി, ഭഗവത് അനുഭൂതിമാനായ ആ യോഗി, തപസ്വികൾ, കായക്ലേശ തപസ് ചെയ്യുന്നവരെക്കാളും അധികഹാഹം ജ്ഞാനിഭ്യ. ജ്ഞാനം അത്ര ശാസ്ത്രാർത്ഥ പാണ്ഡിത്യം, ശാസ്ത്രപാണ്ഡിത്യമുള്ള ജ്ഞാനി, അല്ലാതെ ആത്മജ്ഞാനിയല്ല അവിടെ പറയണത്. ആത്മജ്ഞാനിയെ അല്ല ഇവിടെ വിവക്ഷ, ശാസ്ത്രപാണ്ഡിത്യം. ശാസ്ത്രങ്ങളൊക്കെ നല്ലവണ്ണം പഠിച്ച പണ്ഡിതനേക്കാളും ഈ യോഗി ശ്രേഷ്ഠനാണ്. കാരണം അവന് അനുഭൂതിയുണ്ട്. കർമ്മയോഗിയല്ല അവിടെ പറയുന്നത്, കർമ്മം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, കർമ്മിഭ്യശ്ച, വെറും കർമ്മങ്ങൾ, രാവും പകലും പണിയെടുക്കുന്നവനേക്കാളും അവൻ ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അർജുന യോഗിയായിട്ട് തീരൂ. ആരാണ് യോഗി? ഏറ്റവും ശ്രേഷ്ഠനായ യോഗി. യോഗികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയണു. അടുത്ത ശ്ലോകം നോക്കാം. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. യോഗിനാമപി സർവേഷാം, ഈ യോഗികളുടെ കൂട്ടത്തിലും മദ്ഗതേന അന്തരാത്മന, ആരുടെ അന്തഃകരണമാണോ ഭഗവാന്റെ വശത്തിൽപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവര് കാറ്റിൽപ്പെട്ട ഇല എങ്ങനെ പോകുവോ അതുപോലെ ഭക്തിമാർഗത്തിൽ പോയിക്കൊണ്ടിരിക്കും. സാധാരണ ആളുകള് കാറ്റിൽപ്പെട്ട ഇല എങ്ങനെ പോണോ അതുപോലെ മനസ്സ് വലിക്കുന്ന സ്ഥലത്തേക്ക് പോണവരാണ്. ഈ യോഗി പൂർവാഭ്യാസ ബലം കൊണ്ട് അയാൾക്ക് വേണ്ടാന്ന് വെച്ചാലും നാമജപമോ ഭക്തിയോ ധ്യാനമോ അയാളുടെ സാധന എന്താണോ ആ മാർഗം അയാളെ ഹഠാത്ത് ആകർഷിക്കുന്നതാണ്. അയാളുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. പ്രാരബ്ധം കൊണ്ട് ഒരുപക്ഷെ അയാൾ ലൗകികത്തിൽപ്പെട്ടവനാണെങ്കിലും കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും അയാളുടെ ശ്രദ്ധ അങ്ങടേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധാവാൻ ഭജതേയോ മാം, ശ്രദ്ധാവാനായ ആരാണോ എന്നെ നിരന്തരം ഭജിക്കണത്, സമേ യുക്തതമോ മതഃ, അവൻ എന്റെ അഭിപ്രായത്തിൽ യോഗികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇനി അയാൾക്ക് പതനം ഉണ്ടാവില്ല, അയാളുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടവനാണ് എന്നാണ് ഭഗവാന്റെ വചനം. സമേ യുക്തതമോ മതഃ. ഈ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ല. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. അങ്ങനെ ശ്രദ്ധയോടെ ആരെന്നെ ഭജിക്കുന്നു അവൻ ശ്രേഷ്ഠനാണ്. ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ഠോധ്യായഃ. ഇങ്ങനെ ഭഗവത്ഗീത എന്ന് പറയുന്ന ഉപനിഷത്തിൽ, ബ്രഹ്മവിദ്യയിൽ, യോഗശാസ്ത്രത്തിൽ ധ്യാനയോഗം എന്ന 6ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ഇതിനൊരു സമാപ്തിയില്ല. തുടർന്ന് മനനം ചെയ്തുകൊണ്ടേയിരിക്കാം. ഈ കേട്ടതിനെ നിധിധ്യാസനം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടേതായിട്ട് തീരട്ടെ, നിങ്ങളുടെ അനുഭവമായിട്ട് തീരട്ടെ. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.